കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर के बड़े नाम की महिमा और ഈ स्तुति हो। കർത്തൃപകൽക്കാലവും ഒരു വിശുദ്ധ സഭായോഗം നമുക്ക് കൂടുവാൻ ദൈവത്തിന് അവസരം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. और आज सुबह के समय में भी परमेश्वर के सामने आने के लिए, पवित्र दिन उनकी आराधना करने के लिए प्रभु हमें अवसर दे रहा है। കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അടുത്തുമകലെയുമായി സകല വിശുദ്ധന്മാരെയും ദൈവം കൃപയിൽ കാത്തതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. और पिछले सप्ताह पिता परमेश्वर ने हम सभी को अपने अपने स्थानों में संभाल कर रखा। അന്യോന്യമുള്ള പ്രാർത്ഥന കേട്ട ദൈവത്തിന്, പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. एक दूसरों की प्रार्थनाओं को सुनने वाला परमेश्वर और जवाब देने वाले परमेश्वर का मैं धन्यवाद करता हूँ। ഇന്ന് പകൽക്കാലം അല്പസമയം ദൈവവചനം ചിന്തിപ്പാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. और आज सुबह के समय कुछ देर परमेश्वर के वचन से हम मनन करेंगे। ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുന്ന ദൈവവചനം നമ്മുടെ ഉടയവനായ ദൈവത്തെ കുറിച്ചാണ്. और आज सुबह के समय हमारे मालिक परमेश्वर के बारे में हम देखेंगे। നമ്മുടെ ഉടയവൻ, हमारा मालिक, നമുക്കൊരു ഉടയവനുണ്ട്. हमारा एक मालिक है। നമ്മൾ ഊരും ഉടയവരും ഇല്ലാത്തവരല്ല. हमारा एक घर और हमारा एक मालिक नहीं, ऐसा अनुभव में नहीं है हम। നമുക്ക് ഊരും ഉടയവരും ഉള്ളവരാ ദൈവമക്കൾ. हमारा एक घर है और हमारा मालिक है। നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. हमारा जिम्मेदारी है ഉത്തരവാദിത്വപ്പെടാൻ ഒരപ്പൻ നമുക്കുണ്ട്. और हमारे लिए जिम्मेदारी उठाने के लिए हमारा एक पिता है। നമ്മളെ കുറിച്ച് ചിന്തിപ്പാൻ, വിചാരിപ്പാൻ, കരുതാൻ നമുക്കൊരപ്പനുണ്ട്. हमारे लिए चिंता करने के लिए, हमारे लिए विचार करने के लिए हमारा एक पिता है। നമ്മളെ ഓർക്കാൻ ഒരപ്പനുണ്ട്. हमें याद करने के लिए एक पिता है। നമ്മളെ സകല വിഷയത്തിലും സകല വഴികളിലും നമുക്ക് സംഭവിക്കുന്ന സകല പ്രതിസന്ധി പ്രതികൂല ഘട്ടങ്ങളിലും അതിനെ ധാരണം ചെയ്യാൻ, നേരിടുവാൻ നമുക്ക് ധൈര്യവും ഉറപ്പും തന്ന് അതിനോട് പ്രതികരിക്കാൻ ഒരപ്പൻ നമുക്കുണ്ട്. हमारे जीवन के सारे अनुभवों में, सारे विरोध के, सारे विपरीत अनुभव में भी परमेश्वर हमारे साथ है। उसके सामना करने के लिए पिता, हमारा परमेश्वर हमारे संग है। നമുക്കൊരു ഉടയവനുണ്ടെന്ന് അറിയാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരും. और हमारा पिता है, हमारा मालिक है, ये बताने का अवसर हमारे सामने आता है। അങ്ങനെയുള്ള സന്ദർഭങ്ങൾ, അവസ്ഥകൾ, അവസരങ്ങൾ ജീവിതത്തിൽ വരും. और ऐसे अनुभवों में परमेश्वर हमारे सामने लेकर आता है। അപ്പോൾ മാത്രമേ നമ്മൾ ഏകരല്ല, നമുക്കൊരു ഉടയവനുണ്ട് എന്നറിയാൻ കഴിയത്തുള്ളൂ. और केवल उन्हीं अनुभवों में हम जान पाएंगे कि हम अकेले नहीं है, कि हमारा एक मालिक है, एक पिता है। അങ്ങനെ സംഭവിച്ച ഒരു വിഷയം, ഒരു സംഭവം, ഒരനുഭവം, അപ്പോസ്തലന്റെ ജീവിതത്തിലെ ഒരു ജീവിതാനുഭവം ഈ പകൽക്കാലം നാം തിരുവെഴുത്തിൽ നിന്ന് വായിക്കുകയാണ്. और ऐसा एक अनुभव जो प्रेरित के जीवन में हुआ, मैं आपके सामने लेकर आना चाहता हूँ। അപ്പോസ്തല പ്രവൃത്തി 27 അധ്യായം 23 വാക്യം. प्रेरितों के काम उसका 27 अध्याय 23 आयत। ശബ്ദം ഉയർത്തി വായിച്ചാൽ, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. और प्रेरितों के काम 27 का 23 में इस प्रकार लिखा है, क्योंकि परमेश्वर जिसका मैं हूँ और जिसकी सेवा करता हूँ, उसके स्वर्गदूत ने आज रात मेरे पास आकर कहा। അപ്പോസ്തല പ്രവൃത്തി 27 അധ്യായം പൗലോസ് അപ്പോസ്തലന്റെ റോമിലേക്കുള്ള യാത്രയാണ്. प्रेरितों के काम उसका 27 अध्याय का संदर्भ वो है जहाँ पर प्रेरित पौलुस रोम की ओर यात्रा कर रहा है। സുവിശേഷ നിമിത്തം, യേശു ക്രിസ്തു നിമിത്തം, ദൈവരാജ്യ നിമിത്തം, ദൈവസഭ നിമിത്തം ബന്ധിക്കപ്പെട്ടവനായി, ഒരു കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെട്ടവനായി, പല ന്യായാധിപന്മാരുടെയും പല രാജാക്കന്മാരുടെയും മുമ്പിൽ വിസ്തരിക്കപ്പെട്ടിട്ടും തന്റെ മേലൊരു വിധി പുറപ്പെടുവിക്കാൻ അവർക്ക് കഴിയാതെ താൻ റോമിലുള്ള കൈസറെ അഭയം ചൊല്ലിയതിന്റെ ഫലമായി തന്നെ കൈസറിന് മുമ്പിൽ നിർത്തുവാൻ റോമിലേക്ക് കൊണ്ടുപോകുന്ന, റോമിലേക്കുള്ള യാത്രയാണ് അപ്പോസ്തല പ്രവൃത്തി 27 അധ്യായം. हम वहां पर एक प्रेरित को देखते हैं जो परमेश्वर के बुलाहट के कारण, दर्शन के कारण, सेवकाई के कारण विभिन्न प्रकार के राजाओं के सामने, सम्राट के सामने परमेश्वर के लिए गवाह के रूप में रुका हुआ है, एक कैदी के रूप में रुका हुआ है। और लेकिन गुनाहों को तब भी ना पकड़ने के कारण अब उसे जो है सीजर के सामने भेज गया है, उसे रोम की ओर ले जाने वाले एक अनुभव में हम देखते हैं। ഈ യാത്രയിൽ അവർ യാത്ര ചെയ്യുന്ന കപ്പൽ സമുദ്രത്തിലൂടെ യാത്ര പോകുന്ന സമയം ഒരു വലിയ പ്രതികൂലത്തിൽ, പ്രതിസന്ധിയിൽ അകപ്പെടുന്ന രംഗം നമുക്ക് കാണുവാൻ കഴിയുകയാണ്. और यहाँ पर हम देखते हैं कि जब वे समुद्र से यात्रा कर रहे थे, उनका जहाज बहुत बड़े तूफान में और परेशानी में फंस जाता है। ആ കപ്പലിൽ എല്ലാം കൂടെ ഏകദേശം 276 ആൾക്കാർ ആ കപ്പലിലുണ്ട്. और वहां पर 270 से अधिक लोगों को हम उस जहाज में देखते हैं। 276 ആൾക്കാരുടെ കൂട്ടത്തിൽ അപ്പോസ്തലനായ പൗലോസും ഉണ്ട്.
270 से अधिक लोगों की गिनती में प्रेरित पौलुस को भी हम देखते हैं ഇത്രയും ജനത്തെ വഹിച്ചുകൊണ്ട് ആ കപ്പൽ യാത്ര പോകുകയാണ്. और इतने लोगों को लेकर ये जहाज आगे बढ़ रहा है. അവർ യാത്ര പോകാൻ തുടങ്ങുമ്പോൾ തന്നെ പൗലോസ് കപ്പൽക്കാരോട് പറഞ്ഞു, ഈ യാത്രയിൽ നമുക്ക് അപകടം, പ്രയാസം, പ്രതികൂലം നേരിടും. അതുകൊണ്ട് ഈ യാത്ര ഇപ്പോൾ വേണ്ട, അല്ലെ തുടങ്ങണ്ട എന്ന് പൗലോസ് ദൈവനിയോഗത്താൽ അവരോട് അറിയിപ്പാനിടയായി. और यात्रा की शुरुआत में ही परमेश्वर की प्रेरणा के कारण पौलुस ने उसके यात्रियों को और उसके वहां के सारे अधिकारियों को ये समझाया था कि हमारे लिए यात्रा शुभ नहीं होगा, इसलिए हमें इस यात्रा में निकलना नहीं चाहिए. ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല, നമ്മുടെ പ്രാണനും കൂടെ ഹാനി വരുന്ന സ്ഥിതി എത്തുമെന്ന് പൗലോസ് അവരെ അറിയിച്ചു. और पौलुस ने उन्हें याद दिलाया कि केवल सामान के लिए या फिर जहाज के लिए वो हानिकारक नहीं ठहरेगा, लेकिन हमारे जान के लिए भी वो खतरनाक साबित हो सकता है. പക്ഷേ ശതാധിപൻ പൗലോസിന്റെ വാക്കിന് ശ്രദ്ധ കൊടുക്കാതെ അംഗീകരിക്കാതെ അവർ പൗലോസിന്റെ വാക്കിനെ തള്ളിക്കളഞ്ഞിട്ട് കപ്പൽ ഉടമസ്ഥന്റെ വാക്കിനെ അധികം കേൾക്കുവാൻ ശ്രദ്ധിപ്പാനിടയായി. लेकिन सूबेदार को हम देखते हैं कि सूबेदार पौलुस के वचन को मूल्य ना देते हुए उसे ठुकरा देता है और जहाज के कप्तान के वचनों को मानते हुए वो आगे निकल पड़ता है. അവിടെ നാം കാണേണ്ട ഒരു സത്യമുണ്ട്. वहां पर हमें एक सच्चाई को देखना चाहिए. രണ്ട് വ്യക്തികൾ, രണ്ട് വാക്ക്. दो लोग और दो वचन. രണ്ട് വ്യക്തികൾ, രണ്ട് പ്രബോധനം. दो लोग और उनका दो वाणी. രണ്ട് വ്യക്തികൾ, രണ്ട് അഭിപ്രായം. दो लोग उनका दो राय है. ഒന്ന്, ലോകക്കാരുടെ മുമ്പിൽ ബന്ധനസ്ഥനായി ഒരു കുറ്റവാളിയായി വിസ്തരിക്കപ്പെടാൻ പോകുന്ന പൗലോസ്, അല്ലെ ദൈവത്തിന്റെ ദാസൻ. पहला एक व्यक्ति जो दुनिया वालों के सामने एक कैदी के रूप में अपने हाथ को जंजीर से बंधा हुआ अनुभव में है. രണ്ട്, കപ്പലിന്റെ മാലൂമിയും കപ്പൽ ഉടമസ്ഥനുമായ വ്യക്തികൾ. लेकिन दूसरा, इस जहाज के मालिक और कप्तान और इस प्रकार के लोग. ധനവാന്മാർ, സമ്പന്നന്മാർ, കപ്പൽ കൈവശമുള്ളവർ. ऐसे धनी लोग जिनके हाथों में जहाज है. അമീൻ. ദൈവദാസൻ വിശ്വാസത്താൽ ജീവിക്കുന്നവൻ. परमेश्वर का दास विश्वास से जी रहा है. ഇവർ സ്വന്തമായ കപ്പലുള്ളവർ. लेकिन ये लोगों के पास खुद का जहाज है. ദൈവദാസൻ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും ജീവിക്കുന്നവർ. परमेश्वर के लोग, परमेश्वर का दास गरीबी में और भूख में जी रहा है. ഇവർ ധനവാന്മാരും സമ്പന്നന്മാരും. ये धनी लोग हैं. ഈ രണ്ട് വ്യക്തികളും രണ്ട് അഭിപ്രായം പറയുകയാണ്. और ये दोनों लोग दो विभिन्न राय को लोगों के सामने रख रहे हैं. ഒന്ന് പ്രാർത്ഥിക്കുന്നവൻ, एक प्रार्थना करने वाला. രണ്ട് പ്രാർത്ഥനയില്ലാത്തവൻ. दूसरा जो प्रार्थना नहीं करते हैं. ഒന്ന് ദൈവമുള്ളവൻ, एक जिसके पास परमेश्वर है. രണ്ട് ദൈവമില്ലാത്തവൻ. दूसरा जिसके पास परमेश्वर नहीं है. ഒന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകമുള്ളവൻ. एक व्यक्ति के अंदर परमेश्वर का अभिषेक है. രണ്ട് അഭിഷേകമോ ദൈവാത്മാവോ ഇല്ലാത്തവൻ. दूसरा व्यक्ति जिसके अंदर परमेश्वर का आत्मा नहीं है, अभिषेक नहीं है. ഒന്ന് ദൈവത്തിന്റെ അരുളപ്പാട്, ആലോചന ഓരോ വിഷയത്തിന്മേലും അതാത് സമയം പ്രാപിക്കുന്ന അപ്പോസ്തലൻ. एक व्यक्ति जो परमेश्वर के सामने बैठकर हर चीजों के लिए परमेश्वर से वाणी पाने वाला परमेश्वर का प्रेरित. മറ്റൊന്ന് മാനുഷിക ജഡീയ വാക്കുകൾ മാത്രം ശ്രദ്ധിച്ച് അതിൽ മുൻപോട്ട് പോകുന്നവർ. दूसरा व्यक्ति जो सांसारिक शारीरिक सलाहों को जानकर विश्वास करते हुए आगे बढ़ने वाला एक व्यक्ति. പൗലോസ് അവരുടെ മുമ്പിൽ കുറ്റവാളിയെ പോലെയാണ്. और पौलुस उनके सामने कैदी है. പക്ഷേ ദൈവത്തിനു മുമ്പിൽ താൻ തികഞ്ഞ പ്രാഗൽഭ്യമുള്ള ഒരു വിശുദ്ധനാണ്. लेकिन परमेश्वर के सामने वो खरा जीवन को रखा. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കും. मनुष्य जो है बाहरी जीवन को देखता है. പുറമേ ഉള്ളത് നോക്കുന്ന വ്യക്തികൾക്ക് പൗലോസ് ഒരു കുറ്റവാളിയാണ്. बाहरी जीवन को देखने वाले व्यक्तियों के सामने पौलुस एक कैदी है. പുറമേ ഉള്ളവർ നോക്കുമ്പോൾ പൗലോസ് ബന്ധിക്കപ്പെട്ടവനാണ്. बाहरी रूप में देखो तो वो व्यक्ति गुनहगार है. പൗലോസ് ഒരു തടവുപുള്ളിയാണ്. वो व्यक्ति जो है बंदी गृह में डाला गया एक व्यक्ति है. നാളെ അവന് വിരോധമായ ഒരു വിധി വരാൻ പോകുകയാണ്. और पौलुस के जीवन में उसके विरुद्ध कुछ शब्द निकलने वाला है. അതുകൊണ്ട് അവന്റെ വാക്കിന് എന്ത് വില? तो उसके शब्दों के क्या मूल्य है? അവന്റെ പ്രബോധനത്തിന് എന്ത് വില? उसके बातचीत का क्या मूल्य है? അവൻ തരുന്ന മുന്നറിയിപ്പിന് എന്ത് വില? और वो जो सलाह देता है उसका क्या मूल्य है? അവൻ കാണുന്ന ദർശനത്തിന്, അവൻ കാണുന്ന വെളിപ്പാടിന്, അവൻ തരുന്ന പ്രവചന ശബ്ദത്തിന് എന്ത് വില? वो जो दर्शन को देखता है, वो जो वाणी कह रहा है, उसका क्या मूल्य है? അതിനെ എന്തിന് അംഗീകരിക്കണം, എന്തിന് അനുസരിക്കണം, उसका क्यों अंगीकार करना चाहिए? അതിനെ എന്തിന് വിശ്വസിക്കണം? उस पर क्यों विश्वास करें? അവൻ കുറ്റവാളിയല്ലേ? क्योंकि वो तो गुनहगार है. അവൻ നാളെ ശിക്ഷിക്കപ്പെടാനുള്ളവനല്ലേ? कल वो दंडित होगा. അതുകൊണ്ട് അവന്റെ വാക്കിനെ അവർ അംഗീകരിച്ചില്ല. इसलिए लोगों ने उसके सलाह को इनकार नहीं किया. എന്നാൽ മനുഷ്യൻ പുറമെയുള്ള നോക്കിയപ്പോൾ लेकिन मनुष्यों ने जब बाहरी बातों को देखा, ഹൃദയങ്ങളെ നോക്കുന്ന ദൈവം,
हृदयों को जानने वाला परमेश्वर, ഉൾപ്പൂകളെ ആരായുന്ന ദൈവം, अंदर की बातों को जानने वाला മനസ്സുകളെ परमेश्वर, അറിയുന്ന ദൈവം, मन को जानने वाला परमेश्वर, സ്വഭാവം അറിയുന്ന ദൈവം, स्वभाव को जानने वाला परमेश्वर, ജീവിതത്തിന്റെ രഹസ്യ പരസ്യ വശങ്ങളെ അറിയുന്നവനായ ദൈവം, जीवन के रहस्य और खुली हुई बातों को जानने वाला परमेश्वर, ചിന്തനങ്ങളെ ഭാവങ്ങളെ നിരൂപണങ്ങളെ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നവനായ ദൈവം जीवन के सारे विचार को दूर से ही जानने वाला प्रभु പൗലോസിന്റെ പക്ഷത്തുണ്ടായിരുന്നു. पौलुस के साथ था। പൗലോസ് പറഞ്ഞ വാക്ക് തന്റേതല്ല, पौलुस ने जो वचन कहा वो उसका नहीं था, അത് ദൈവം കൊടുത്തതാണ്. वो परमेश्वर के द्वारा दिया ആ गया था। പ്രബോധനം ദൈവത്തിന്റെയാണ്, वो वाणी परमेश्वर का है, ആ മുന്നറിയിപ്പ് ദൈവത്തിന്റെയാണ്. वो वचन परमेश्वर का है। പലപ്പോഴും നമ്മൾ മാനുഷികമായ നിലയിൽ പലരെയും വിലയിരുത്തി, പലരെ മാർഗിട്ട്, പലരെ കണ്ട്, പലരെ കുറിച്ചൊരു പിക്ചർ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് തരുന്ന മുന്നറിയിപ്പുകൾ, നിയോഗങ്ങൾ, പരിശുദ്ധാത്മാവ് തരുന്ന വാണിങ്, ആലോചന, പ്രബോധനം നിസ്സാരമായി കണ്ട് അവനല്ലയോ പറഞ്ഞത്, അവളല്ലയോ പറഞ്ഞത് എന്ന് പറഞ്ഞ് അതിനെ വിലകൽപ്പിക്കാതെ അതിനെ പുറംകാലം കൊണ്ട് തട്ടിക്കളയുന്ന സ്ഥിതി ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അനുദപിക്കുക, ദൈവത്തോട് കരയുക. കാരണം ദൈവാത്മാവ് അറിയിച്ചിട്ടുള്ള കാര്യ നിസ്സാരമല്ല. അത് ഒരിക്കലും അത് സംഭവിക്കാതെ പോകുകയില്ല, അതുപോലെ സംഭവിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് തരുന്ന വാണിങ്, മുന്നറിയിപ്പ്, പ്രബോധനം, ആലോചന ഏറ്റെടുത്ത് ശിരസ് വഹിച്ച് ഈ വചനം കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവരും അടുത്തും അകലെയുമുള്ളവർ ദൈവസേന മുട്ടുമടക്ക്, ദൈവാലോചനയ്ക്ക് വിധേയപ്പെട്. അതുപോലെ ജീവിതത്തിന് സ്റ്റെപ്പ് വെക്ക്, അതുപോലെ ജീവിക്ക്. നീക്കുപോക്കിന്റെ ദൈവം തക്ക സമയത്ത് വെളിപ്പെടും. और कई बार हम लोगों के बारे में हमारे मन में एक चित्र बना देते हैं, कई बार हम लोगों के बारे में अपने मन में ही राय को तैयार कर देते हैं कि वो व्यक्ति ऐसा है या वो व्यक्ति वैसा है, और उसके बाद उसके मुंह से जब परमेश्वर बात करना शुरू कर देता है तो उसके वचन को हम इनकार कर देते हैं, त्याग देते हैं और स्वीकार नहीं करते हैं। और यदि इस प्रकार के अनुभव से हम गुजरे हैं, यदि इस प्रकार का अनुभव हमारे जीवन में आया है, तो माफी मांगे, परमेश्वर के सामने हृदय को फिर लौटाए, क्योंकि जो बात करते हैं वो परमेश्वर का वाणी है और उसको ग्रहण करने के लिए परमेश्वर हमें ये जिम्मेदारी दिया है। उस जिम्मेदारी को स्वीकार करते हुए वचन को स्वीकार करे, क्योंकि परमेश्वर बोल रहा है। എപ്പോഴെങ്കിലും जभी भी ഏതെങ്കിലും വിഷയത്തിൽ, किसी भी विषय में, ഏതെങ്കിലും സാഹചര്യത്തിൽ किसी भी परिस्थिति में ദൈവശബ്ദത്തെക്കാൾ ഉപരി, परमेश्वर के वचन से बढ़कर, പരിശുദ്ധാത്മാവിന്റെ ആലോചനയേക്കാൾ ഉപരി, आत्मा की वाणी से बढ़कर, വചനത്തിന്റെ ആലോചനയേക്കാൾ ഉപരി, वचन की वाणी से बढ़कर, ദൈവത്തിന്റെ അഭിഷിക്തന്മാർ തന്നിട്ടുള്ള ആലോചനയ്ക്കുപരി, परमेश्वर के अभिषक्ताओं ने जो वाणी दिया, ഭൗതികം കണ്ടോ, भौतिक बातों को देखकर, ലോകത്തിന്റെ വലിപ്പം കണ്ടോ, दुनिया की बढ़ोतरी को देखकर, ലോകത്തിന്റെ കഴിവും ബുദ്ധിയും പ്രാപ്തിയും കണ്ടോ, दुनिया की सलाह को देखकर, दुनिया की ताकत को देखकर, ലോകക്കാരുടെ വാക്ക്, ജഡികന്മാരുടെ വാക്ക്, മനുഷ്യ വാക്ക് നിങ്ങൾ കേൾക്കാൻ മനസ്സുവെക്കുകയോ അനുസരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്താണ് ഇന്ന് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, മുൻപോട്ട് പോകുന്നതെങ്കിൽ, ഈ പകൽക്കാലം മടങ്ങി വരിക, യഥാസ്ഥാനപ്പെടുക. ദൈവശബ്ദത്തെക്കാൾ ഉപരി, ദൈവദാസന്മാരുടെ ശബ്ദത്തെക്കാൾ ഉപരി, ഒരു മനുഷ്യന്റെ വാക്കിന്, ഒരു ജഡത്തിന്റെ വാക്കിന്, ലോകത്തിന്റെ ഒരു പണക്കാരന്റെയും ഒരു പ്രതാപമുള്ളവന്റെ വാക്കിന് ശ്രദ്ധ കൊടുക്കരുത്, അത് അംഗീകരിക്കരുത്, അത് വിശ്വസിക്കരുത്. ദൈവശബ്ദം മാത്രം അനുസരിച്ച് സ്റ്റെപ്പ് വെക്കുക. और यदि हम दुनिया की सलाहों को जानकर उसे बुद्धि समझते हुए यदि हम आगे बढ़ते हैं, तो हमें अपने विचार को बदलने की जरूरत है, क्योंकि परमेश्वर के दास, परमेश्वर के लोग, परमेश्वर के अभिषेक जिनके अंदर है, वे जो सलाह देते हैं उसे मानते हुए हमें आगे बढ़ना चाहिए। പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ദാസൻ प्रार्थना करने वाला परमेश्वर का दास, അവനോട് പറഞ്ഞ ആലോചന അവർ അംഗീകരിച്ചില്ല, उन्होंने अंगीकार नहीं किया, അതവർ തള്ളിക്കളഞ്ഞു. उनकी उस सलाह को ठुकरा दिया, മാലൂമിയുടെ കപ്പലുടമസ്ഥന്റെ വാക്ക് അവർ അധികം കേട്ടു. और कप्तान का और मालिकों के बात को उन्होंने विश्वास कर അവർ दिया, കപ്പൽ അഴിച്ചു വിട്ടു. और जहाज को उन्होंने खोल दिया। യാത്ര തുടർന്നു. यात्रा आगे बढ़ने लगा, തെക്കൻ കാറ്റ് മന്ദമായി വീശാൻ തുടങ്ങി. हवा बहने लगा, തെക്കൻ കാറ്റ് മന്ദമായി വീശുന്നത് കൊണ്ട് കാര്യം സാധിച്ചെന്ന് അവർ വിചാരിച്ചു. और क्योंकि हवा उनके साथ था, उन्हें लगा कि हमारी बातें पूरी होने वाली है, वे अच्छी तरह पहुंचने वाले हैं। വചനം വിട്ടുപോയാലും, वचन को छोड़कर जाने पर भी, പരിശുദ്ധാത്മാവിനെ വിട്ടുപോയാലും, पवित्र आत्मा को छोड़कर जाने पर भी, പരിശുദ്ധാത്മാവിന്റെ ആലോചന വിട്ടുപോയാലും, परमेश्वर के सलाह को छोड़कर जाने पर भी, പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരുടെ ആലോചന പ്രബോധനം വിട്ടുപോയാലും, परमेश्वर के लोगों का, दासों का वचन को छोड़कर जाने पर भी കാറ്റ് ചിലപ്പോൾ അനുകൂലമായി വീശിയെന്നിരിക്കും.
शायद हवा हमारे साथ बहेगा। ചില ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ ചില അനുകൂല കാറ്റ് വീശിയെന്നിരിക്കും. हो सकता है कि कई बार हवा हमारे साथ बहने लगे ജീവിതയാത്രയില്, जीवन की यात्रा में, ജോലി സ്ഥലങ്ങളില്, काम की जगह पर, വിദ്യാഭ്യാസ മേഖലയില്, पढ़ाई के स्तर पर, ജീവിതത്തിന്റെ ഓരോ മണ്ഡലങ്ങളിൽ ചില അനുകൂല തെക്കൻ കാറ്റ് വീശിയെന്നിരിക്കും. जीवन के सारे अनुभव में हमारे साथ अनुकूल हवाएं बहने लगेगी ആ शायद। കാറ്റ് അനുകൂലമായി വീശുമ്പോൾ എന്റെ വഴി, എന്റെ തീരുമാനം, ഞാൻ തെരഞ്ഞെടുത്തതായിരുന്നു നല്ലത്, ഞാൻ തെരഞ്ഞെടുത്തതായിരുന്നു ശരി, ഞാൻ തീരുമാനിച്ചതായിരുന്നു ശരി, എന്റെ ഡിസിഷൻ ആയിരുന്നു ശരിയെന്ന് അപ്പോൾ തോന്നിപ്പോകും. और जब ऐसे हवाएं हमारे साथ बहने निकलती है तब हमें लगेगा कि मैंने उनका टुकरा दिया बात, वो सही निकला, मैंने जो दूसरा सलाह लिया वो सही निकला, मेरी बुद्धि सही निकली, इस प्रकार हमें अनुभव होगा। ആ കൈകൾ ചങ്ങലയിട്ട് ബന്ധിച്ചിരിക്കുന്ന ആ തടവുപുള്ളി, ആ ബന്ധനസ്ഥൻ പറഞ്ഞ വാക്ക് കേട്ട് യാത്ര പുറപ്പെടാതിരുന്നിരുന്നെങ്കിൽ നമ്മളിവിടെ എത്തുകയില്ലായിരുന്നു, ഇത്രത്തോളം എത്തുകയില്ലായിരുന്നു എന്നൊക്കെ തോന്നിപ്പോകും. അവന്റെ വാക്ക് കേട്ട് അവിടെ നിൽക്കാതെ നമ്മൾ യാത്ര വന്നതുകൊണ്ടാണ് ഇവിടം വരെ ഇത്രത്തോളം എത്താൻ കഴിഞ്ഞതെന്നുള്ള ചിന്ത, മനോഭാവമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നെന്നിരിക്കും. उस कैदी ने जो कहा, वो प्रेरित ने जो कहा, जो गुनहगार है, यदि हमने उसकी सलाह को मानकर यात्रा में नहीं निकले होते तो हम अब तक यहाँ पर नहीं पहुंचता, हम अब तक आगे नहीं बढ़ पाते, इस प्रकार की ख्याल हमारे मन में आएगा। അത് തന്നെ കപ്പലിലുള്ളവർക്ക് തോന്നിയത്. और जहाज में जो लोग थे शायद उनके मन में भी ये सोच आया അവർക്ക് होगा, തോന്നി കാര്യം സാധിച്ചു പോയി. उनको लगा है कि हमारी बात पूरी हो गई। പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് കാര്യം സാധിച്ചു പോയി. हमें भी लगता है कई बार कि हमारा मकसद पूरा हो गया। എന്നെ കേൾക്കുന്ന സകല ഭക്തന്മാരോട് ഓർപ്പിക്കട്ടെ, मेरे सुनने वाले सारे भक्तों को मैं याद दिलाता हूँ, ആ തോന്നൽ നമുക്ക് വരരുത്. वो हमारे मन में ना आए। ദൈവഹിതം വിട്ടുപോയുള്ള കാര്യസാധ്യം നിലനിൽക്കില്ല. परमेश्वर की इच्छाओं को छोड़कर यदि हम निकले तो हमारा मकसद पूरा नहीं होगा। ദൈവാലോചന വിട്ടുപോയിട്ടുള്ള കാര്യസാധ്യം നിലനിൽക്കില്ല. परमेश्वर की वाणियों को त्याग कर जब हम निकलते हैं वो बातें पूरा नहीं होगा। പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകമുള്ള ആത്മാവുള്ള അഭിഷേകത്തിന്റെ പ്രബോധന വാക്ക് വിട്ടുപോയിട്ടുള്ള കാര്യസാധ്യം നിലനിൽക്കില്ല. परमेश्वर के लोगों पर जिसका परमेश्वर का आत्मा है, अभिषेक है, उनके सलाहों को त्याग कर यदि अपनी बुद्धि के अनुसार निकले तो वो सफल नहीं होगा। ആ ചിന്തകളെല്ലാം നമ്മളെ പരാജയത്തിലേക്ക് നയിക്കും. और वो सोच हमें हार की ओर ले जाती ആ है। മനോഭാവം കൂടുതൽ കൂടുതൽ ദൈവത്തിൽ നിന്ന് അകലാനിടയാകും. और इस प्रकार का ख्याल हमें परमेश्वर से दूर ले जाता है। ആ ചിന്ത ദൈവാശ്രയത്തിൽ നമ്മളെ അകറ്റും. और वो ख्याल परमेश्वर पर जो हमारा आश्रय है उससे दूर कर देता ആ है। മനോഭാവം വിശ്വാസത്തിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന്, കൂട്ടായ്മയിൽ നിന്ന്, ആരാധനയിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്ന് നമ്മളെ അകറ്റി കൊണ്ടുപോകും. उस प्रकार का विचार हमें आराधना से, परमेश्वर की उपस्थिति से, परमेश्वर के वचन से दूर कर देता है। കാരണം ദൈവത്തെ അംഗീകരിച്ചില്ലേലും, അനുസരിച്ചില്ലേലും, ദൈവാലോചന അംഗീകരിച്ചില്ലേലും, വിശ്വസിച്ചില്ലേലും, പ്രാർത്ഥിച്ചില്ലേലും, ആരാധിച്ചില്ലേലും, ദൈവദാസന്മാരുടെ വാക്ക് കേട്ടില്ലേലും, എന്റെ കാര്യം സാധിച്ചല്ലോ, എനിക്ക് അനുകൂലമായ കാറ്റാണല്ലോ ഇപ്പൊ വീശിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കും. और कई बार हमारे मन में ये आएगा कि मैंने तो उनका सलाह नहीं लिया, परमेश्वर के वाणी को नहीं माना, तब भी मेरे साथ अच्छा हो रहा है, तो मैं आगे भी इसी प्रकार बढ़ूंगा। इस प्रकार का सोच हमारे मन में पैदा हो जाता है। എപ്പോഴെങ്കിലും ജീവിതയാത്രയിൽ എപ്പോഴെങ്കിലും ഇങ്ങനൊരു മനോഭാവ ചിന്ത അവസ്ഥ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇങ്ങനൊരു നിരൂപണ കണക്കൂട്ടൽ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞോ അറിയാതെയോ കുടുംബജീവിതത്തിലോ സഭാവിശ്വാസികളോടോ ജോലി സ്ഥലത്തോ ഇങ്ങനെ ചിന്ത വെച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിന്റെ തെറ്റ് സംബന്ധിച്ച്, തോൽവി സംബന്ധിച്ച് ജീവിതത്തിൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ ദൈവം നമുക്ക് അവസരം തരുന്നു. മനോഭാവത്തിന് മാറ്റം വരുത്താൻ അതിനുള്ള അവസരം മുമ്പിൽ വരാൻ പോകുകയാണ്. और परमेश्वर के वचन को त्यागते हुए, उनकी वाणियों को त्यागते हुए, उसे छोटा समझते हुए यदि हमने कभी त्यागा है, हमारे मन में कभी आया है, हमारे मुंह में इस प्रकार का वचन यदि किया है हमने कभी, और इस प्रकार के कार्यों में यदि हमने अपने आप को शामिल किया है, तो परमेश्वर हमें अवसर दे रहा है कि उसे सुधार कर वापस आए और एक बार मन को फिराए, परमेश्वर की सलाह की ओर लौट कर आए, क्योंकि अवसर सामने आएगा जहां पर परमेश्वर अपने आप को सही साबित करेगा। കാര്യം സാധിച്ചു പോയി എന്ന് വിചാരിച്ചിട്ട് അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു, അവർ ക്രേത്ത ദ്വീപിന്റെ മറപറ്റി ഓടി. और वहां पर हम देखते हैं कि उन्हें लगा कि उनका मकसद पूरा हो गया और वे अच्छी तरह आगे बढ़ पाएंगे। इस प्रकार सोचते हुए क्रेते के पास से वे जाने लगे। ക്രേത്ത എന്ന വാക്കിന്റെ അർത്ഥം ജഡീയമായത് എന്നാണ്. क्रेता इस शब्द का अर्थ है सांसारिक। ദൈവാലോചന വിട്ടുപോയ കപ്പൽക്കാര്, परमेश्वर की वाणी को त्यागे हुए वो जहाज के लोग, അഭിഷേകത്തിന്റെ പ്രബോധനം വിട്ടുപോയ കപ്പൽക്കാര്,
उस व्यक्ति जिस पर परमेश्वर का अभिषेक है उसके सलाह को त्यागने वाले जहाज के लोग, തെക്കൻ കാറ്റ് മന്ദമായി വീശുന്നത് കണ്ട് കാര്യം സാധിച്ചു പോയെന്ന് വിചാരിച്ചവര് इन हवा जो है अच्छी तरह उनकी दिशा में बह रहा है ये सोचकर आगे बढ़ने वाले लोग, അവരിപ്പോ യാത്ര ചെയ്യുന്നത് കപ്പൽ ഓടിക്കുന്നത് ക്രേത്താദ്വീപിന്റെ മറപറ്റിയ കപ്പൽ ഓടിക്കുന്നത്. वे अब अपने जहाज को क्रेता के उस द्वीप के पास से वे चला रहे हैं. ജഡീയമായതിന്റെ ജഡത്തിന്റെ ലൗകികത്തിന്റെ മറപറ്റിയുള്ള യാത്രയാണ്. संसार का शारीरिक बातों के अनुभव से वे जो चला रहे हैं, ലോകത്തിന്റെ മറപറ്റിയുള്ള യാത്ര, इस दुनियाई अनुभव में वे आगे बढ़ रहे हैं. ഭൗതികത്തിന്റെ മറപറ്റിയുള്ള യാത്ര. भौतिक बातों के पीछे पीछे वे चलते हैं. ഇന്ന് പകൽക്കാല ദൈവമക്കൾക്ക് ഇതിൽ നിന്ന് നല്ല പ്രബോധന ശബ്ദമുണ്ട്. और यहाँ पर मैं परमेश्वर का वाणी आपसे दिखाना चाहता हूँ. നാം കൃപ വിട്ടുപോയാൽ, यदि हम अनुग्रह को त्याग दे, ദൈവാലോചന വിട്ടുപോയാൽ, वाणी को त्याग दे, ദൈവാത്മാവിന്റെ ആലോചന ശബ്ദവും വിശ്വസിച്ച് അംഗീകരിക്കാതെ പോയാൽ, पवित्र आत्मा का शब्द और वचन को अंगीकार किए बिना यदि हम उसे त्याग देते हैं പിന്നെ നമ്മുടെ യാത്ര ക്രേത്താദ്വീപിന്റെ മറപറ്റിയായിരിക്കും. तो फिर हमारा यात्रा क्रेते के पास से होगा. ആത്മാവിന്റെ മറപറ്റി പോകാത്തവൻ, जो आत्मा के पास से नहीं जाता है, ആത്മാവിനെ അനുസരിച്ച് പോകാത്തവൻ, आत्मा के अनुसार जो नहीं जाता है, ആത്മാവിന്റെ നിയോഗപ്രകാരം പോകാത്തവൻ आत्मा की अगुवाई के अनुसार जो नहीं जाता है, ക്രേത്താദ്വീപിന്റെ മറപറ്റിയോടും वो क्रेता द्वीप के अनुसार बढ़ेगा, ജഡത്തിന്റെ മറപറ്റിയോടും शरीर के अनुसार बहेगा. പിന്നെ അവനെ നിയന്ത്രിക്കുന്ന ജഡമായിരിക്കും. तो फिर शरीर उसका नियंत्रण करेगा. ജഡചിന്ത, शारीरिक सोच, ജഡ അഭിപ്രായം, शारीरिक सलाह, ജഡീയ ആലോചന, शारीरिक विचार, ജഡീയ തീരുമാനം, शारीरिक निर्णय. അതാണ് പിന്നെ അവനെ നടത്തുന്നത്. അതിന്റെ മറപറ്റിയായിരിക്കും അവൻ ഓടുന്നത്. फिर उसके बाद हम अपनी जहाज को उसके अनुसार आगे बढ़ाएगा, उसके किनारे ഈ बढ़ाएगा. വചനം കേൾക്കുന്ന ഭക്തന്മാരെ സ്വയം ചിന്തിക്കുക. इसीलिए भक्त जनों जो इन वचनों को सुन रहे हैं अब सोच कर देखे. വിശ്വാസ കപ്പലിൽ യാത്ര ചെയ്യുന്നവരെ സ്വയം ചിന്തിക്കുക. विश्वास की जहाज में आगे बढ़ने वाले प्रभु के लोगों आप याद करें. ദൈവസഭയാ കപ്പലിൽ യാത്ര ചെയ്യുന്ന വിശ്വാസ സമൂഹമേ സ്വയം ചിന്തിക്കുക. परमेश्वर की कलीसिया नामक जहाज से चलने वाले प्रभु के लोगों आप सोच कर देखे. ഇന്ന് എന്തിന്റെ മറപറ്റിയാ ഓടുന്നത്? आज हम कौन से किनारे में हम अपने जहाज को ले जा ഇതിനെ रहे हैं? നടത്തുന്നത് ദൈവമാണോ, हमें चलाने वाला परमेश्वर है ജഡമാണോ? या शरीर है? നീ നടക്കുന്നത് ദൈവാലോചന പ്രകാരമാണോ, वे परमेश्वर की वाणी के अनुसार जा रहे हैं ജഡത്തിന്റെ ആലോചന പ്രകാരമാണോ? या शरीर की वाणी के अनुसार? നിന്നെ നിയന്ത്രിക്കുന്നത് ദൈവാത്മാവാണോ, आपका नियंत्रण पवित्र आत्मा कर रहा है അതോ ജഡമാണോ? या शरीर कर रहा है? നിന്റെ നാവിനെ നിയന്ത്രിക്കുന്നത്, आपके जुबान का नियंत्रण, നിന്റെ കണ്ണിനെ നിയന്ത്രിക്കുന്നത്, आपकी आंखों का നിന്റെ नियंत्रण, ചെവിയെ നിയന്ത്രിക്കുന്നത്, आपके कानों का नियंत्रण, നിന്റെ കൈകാലുകളെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത്, आपका हाथ, आपका पैर, आपके शारीरिक अंगों का नियंत्रण, നിന്റെ വിചാര വികാര ഇച്ഛകളെ നിയന്ത്രിക്കുന്നത്, आपका विचार, आपका अभिलाषाएं, आपके सोच का नियंत्रण, പരിശുദ്ധാത്മാവാണോ, ദൈവവചനമാണോ, ദൈവമാണോ, അതോ ജഡമാണോ? वो पवित्र आत्मा है या शरीर है? നമ്മുടെ കുടുംബങ്ങളെ നിയന്ത്രിക്കുന്നത്, हमारे परिवार पर जिसका नियंत्रण നമ്മുടെ है, കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കുന്നത്, हमारे बच्चों पर जिसका नियंत्रण है, നമ്മുടെ സഭകളെ നിയന്ത്രിക്കുന്നത്, कलीसियाओं पर जिसका नियंत्रण है, ശത്രുസേവ ചെയ്യുന്ന ദൈവദാസന്മാരെ നമ്മളെ നിയന്ത്രിക്കുന്നത്, परमेश्वर का सेवा करने वाले प्रभु के लोगों हमारा नियंत्रण जो कर रहा है, ദൈവവും ദൈവാത്മാവും ദൈവവചനവുമാണോ, परमेश्वर का वचन और परमेश्वर का आत्मा है क्या അതോ ജഡമാണോ? या शरीर है? എന്തിന്റെ മറപറ്റിയാ നമ്മൾ ഓടുന്നത്? हम किसके पास से जा रहे നീ हैं? ഏതിന്റെ മറപറ്റിയിരിക്കുന്നു, हम जिसके पास से जाते हैं ആ മറ നിനക്കെന്നും മറയായിരിക്കില്ല. हमेशा आप उसके पास लगते नहीं रहेंगे. മനുഷ്യനെ മറയാക്കി വെച്ചാൽ ആ മറയൊന്നും നിൽക്കില്ല. यदि इंसान के पीछे हम चलते हैं तो इंसान हमेशा छिपा कर नहीं रखेगा हमें. സമ്പത്തിനെ, ഭൗതികത്തെ, പണത്തെ, ജോലിയെ, ബുദ്ധിയെ, വരുമാനത്തെ മറയാക്കിയുള്ള യാത്രയാണെങ്കിൽ ഈ വക മറകളൊന്നും എന്നും നിലനിൽക്കുകയില്ല. यदि भौतिक बातें, हमारा धन और हमारे काम के आश्रित होते हुए हम आगे बढ़ रहे हैं तो हमेशा हमेशा के लिए वो हमारा आश्रय बनकर नहीं रहेगा. ലോകക്കാരിയോ കുടുംബക്കാരിയോ ചാർച്ചക്കാരിയോ മറപറ്റിയുള്ള യാത്രയാണെങ്കിൽ ആ മറ എന്നും നിലനിൽക്കുകയില്ല. इस दुनियाई रिश्तेदारों को आश्रय बनाते हुए हम आगे बढ़ रहे हैं तो आगे बढ़ नहीं पाएंगे. എനിക്കും നിനക്കും മറയായി ഒന്നേ ഉള്ളൂ. हमारे लिए, मेरे लिए, आपके लिए आश्रय का केवल एक ही कारण है മറവിടമായി ഒന്നേ ഉള്ളൂ.
केवल एक ही स्रोत है, ശരണവും ആശ്രയവുമായി ഒന്നേ ഉള്ളൂ, हमारे लिए केवल एक ही शरण है, സഹായമായി ഒന്നേ ഉള്ളൂ. मदद के लिए केवल एक ही है। കാറ്റടിച്ചാലും മാറാത്ത തകരാത്ത ഒരു മറവേ നമുക്കുള്ളൂ. आंधी तूफान आ जाए तब भी पीछे ना जाने वाला केवल एक ही है, അത് നമ്മുടെ മറവിടമായ കർത്താവാണ്. वो हमारा परमेश्वर है। കഷ്ടങ്ങളെ ഏറ്റവും അടുത്ത തുണയായ കർത്താവാണ്. कष्ट में हमारा संग रहने वाला परमेश्वर है, കൂടെ ഇരിക്കുന്ന കർത്താവാണ്. साथ रहने वाला परमेश्वर, കൂടെ നടക്കുന്ന കർത്താവാണ്. साथ चलने वाला परमेश्वर, കൂടെ വസിക്കുന്ന കർത്താവാണ്. साथ रहने वाला प्रभु। സങ്കീർത്തനത്തിൽ നിന്ന് ദൈവത്തിന്റെ പൈതൽ ഓർപ്പിച്ചതുപോലെ പച്ച പുൽപ്പുറത്തായാലും സ്വച്ഛതയുള്ള വെള്ളത്തിനരികിലായാലും കൂരിൽ താഴ്വരയിലായാലും മരണത്തിന്റെ താഴ്വരയിലായാലും സമ്മിശ്ര അനുഭവങ്ങളിലൂടെ തന്റെ ആട് തന്റെ ദൈവ പൈതൽ പോകുമ്പോൾ കൂടെ ഇരിക്കുന്ന മറവിടമായ ഒരുവനെ ഉള്ളൂ. അത് നമ്മുടെ നല്ല ഇടയനായ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രമാണ്. और भजन से परमेश्वर के दास ने ये याद दिलाया, भले ही हमारी चढ़ाई से होकर जाए या फिर शांत झरने के पास से या मृत्यु की तराई से, जहां भी हमारा अनुभव हो, जहां भी हमारी परिस्थिति हो, वहां पर हमें चलाने वाला केवल एक ही है, केवल एक ही हमारा आश्रय है, वो हमारा चचरवाहा यहोवा परमेश्वर है। ദൈവകൃപ കളഞ്ഞൊന്നിന്റെ മറപറ്റി ഓടരുത്. परमेश्वर के अनुग्रह को त्याग कर हम कहीं नहीं भाग सकते, പ്രാർത്ഥന നഷ്ടപ്പെടുത്തിയ ചൊന്നിന്റെ മറപറ്റി ഓടരുത്. प्रार्थना को त्याग कर हम कहीं और नहीं जा सकते, വിശ്വാസം കളഞ്ഞേച്ച് ആരാധന കളഞ്ഞേച്ച് ദൈവവചന ധ്യാനം കളഞ്ഞേച്ച് മുഴങ്കാലിയിരിക്കുന്ന അനുഭവം കളഞ്ഞേച്ച് ഒന്നിന്റെയും മറപറ്റി പോകരുത്. विश्वास को त्याग कर, वचन को त्याग कर, परमेश्वर की उपस्थिति में घुटने टिकाने वाले अनुभव को त्याग कर कहीं और यदि हम जानना चाहते हैं तो नहीं जा पाएंगे। ദൈവകൃപയായിരിക്കട്ടെ നിന്റെ മറ. परमेश्वर का अनुग्रह आपका आश्रय बन जाए। ബോംബെ പട്ടണത്തിൽ ഇത്രയും കോവിഡ് രോഗം വർദ്ധിച്ചതിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ വർദ്ധിച്ച് പല ദുഃഖങ്ങൾ പലരും അനുഭവിച്ചെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഇവിടെയുള്ള ദൈവമക്കളോട് പറയട്ടെ, ഒരെണ്ണത്തെ പോലും അതിന്റെ വൈറസ് ഈ രാവിലെ വരെ തൊടാൻ അനുവദിക്കാതെ നിന്നെ മറച്ചത്, നിനക്ക് നിന്റെ കുടുംബത്തിന് മറവിടമായിരുന്നത്, നിനക്ക് നിന്റെ സന്തതിക്ക് മറവിടമായിരുന്നത് ദൈവത്തിന്റെ കൈയാണ്, ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ സാന്നിധ്യമാണ്, ദൈവത്തിന്റെ സ്നേഹമാണ്, ദൈവത്തിന്റെ അഭിഷേകമാണ്. और कोरोना की ये महामारी जब मुंबई में और विभिन्न देशों में, इसके विभिन्न स्थानों में, देश विदेश में जब फैल रहा है, आज भी सुरक्षा के साथ, आज भी संपूर्ण हालेलुया चंगाई के साथ जो परमेश्वर हमें चला रहा है, हम इसीलिए इस प्रकार बढ़ पाए हैं क्योंकि यहोवा हमारा आश्रय ठहरा है, वो हमारा मददगार ठहरा है और आगे भी वो हमें आगे बढ़ाएगा। ദൈവമക്കളായ നിങ്ങളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഈ ഓൺലൈനിൽ കൂടാ നിങ്ങളുടെ മുഖവും ശബ്ദവും കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമുണ്ട്. എന്റെ ഉള്ള നന്ദി കൊണ്ട് നിറഞ്ഞ് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ऑनलाइन के माध्यम से आपके चेहरों को मैं देख रहा हूँ और मेरे हृदय को मैं आनंद से भरते हुए अनुभव कर रहा हूँ। ദൈവം വിശ്വസ്തൻ. परमेश्वर विश्वास योग्य है അവനാ നമ്മുടെ കുടുംബത്തിന്റെ മറവിടം. और वो हमारा जीवन का, हमारे परिवार का आश्रय है। ജോലിക്ക് പോകുന്ന സഹോദരന്മാരെ, നിന്റെ മറവിടം കർത്താവാണ്. काम पर जाने वाले भाइयों, आपका आश्रय हमारा परमेश्वर है। ജോലിക്ക് പോകുന്ന സഹോദരിമാരെ, തലമുറകളെ, നിന്റെ മറവിടം കർത്താവാണ്. काम पर जाने वाले बहनों, बच्चों, हमारा आश्रय परमेश्वर है। ഈ വചനം കേൾക്കുന്ന സകല വിശുദ്ധന്മാരുമായുള്ളവരെ, നിനക്കും നിന്റെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കുമുള്ള മറവിട, നിന്റെ വാഹനത്തിനും യാത്രയ്ക്കുമുള്ള മറവിട സ്വർഗത്തിലെ ദൈവമാണ്. वचन सुनने वाले सारे लोगों को मैं याद दिलाऊं, मेरे लिए और आपके लिए केवल एक ही आश्रय है, वो हमारा यहोवा परमेश्वर है। അവർ ക്രേത്താദ്വീപിന്റെ മറപറ്റി ഓടി. वे क्रेते के पास से जाने लगे। നമുക്ക് ദൈവഹിതമല്ലാത്ത ഒന്നിന്റെ മറപറ്റി പോകാൻ നമുക്കിടവരില്ല. जो परमेश्वर की इच्छा के अनुसार नहीं है, उससे आश्रित होकर कभी ना आगे बढ़े। ഒന്നിന്റെ തണലിൽ പറ്റി പോകാൻ നമുക്കിടവരില്ല. हम उसकी परछाई से ना जाने जाए। ദൈവത്തെക്കാളുപരി, ദൈവസന്നിധിയെക്കാളുപരി, പ്രാർത്ഥനയെക്കാളുപരി, ദൈവവചനത്തെക്കാളുപരി, ദൈവാലോചനയെക്കാളുപരി മറ്റൊന്നിനെയും സ്നേഹിക്കല്, കാണരുത്, അംഗീകരിക്കരുത്, ശ്രദ്ധ കൊടുക്കരുത്. परमेश्वर की उपस्थिति से बढ़कर, उसके वचन से बढ़कर, उसकी आत्मा से बढ़कर, उसकी सलाह से बढ़कर किसी और पर हम आश्रित ना रहे, केवल परमेश्वर पर ही हमारे भरोसे को रखें। എന്റെ വാക്കുകളെ ഞാൻ വേഗം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. मैं अपने शब्दों को आगे बढ़ाओ। വളരെ വിശദമായി ഭാഗം ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സമയമില്ല. गहराई में मैं इसका विवरण देते हुए प्रचार करना चाहता हूँ, लेकिन समय नहीं है। 14 വാക്യത്തിൽ വരുമ്പോൾ
14 आयत में जब हम आते हैं, കുറെ കഴിഞ്ഞിട്ട് कुछ देर के बाद ഈശാനം അവർ അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. उनके विरुद्ध एक बड़ी आंधी उठी जिसका नाम यूरकुलिन है. കപ്പൽ കാറ്റിന്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണ കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ടു, അങ്ങനെ പാറിപ്പോയി. और क्योंकि आंधी बड़ी जोर से उनके खिलाफ आया, जहाज उनके हाथ में स्थिर ना रहा और उस आंधी तूफान में वो जहाज बहने लगा. ദൈവം ഭോഷ്ക് പറയുന്ന ദൈവമല്ല. परमेश्वर झूठ नहीं कहता. പൗലോസിന്റെ വായിൽ നിന്ന് വന്നത് ഭോഷ്കിന്റെ വാക്കല്ല. और पौलुस के मुंह से जो वचन निकला वो झूठ का वचन नहीं था. അപ്പോസ്തലന്റെ വായിൽ നിന്ന് വന്നത് ഭോഷ്കിന്റെ ആത്മാവിന്റെ പ്രബോധനമല്ല. प्रेरित के मुंह से जो वचन निकला वो झूठ की आत्मा से नहीं आया था. ദിവസങ്ങളൊക്കെയും അറിയിച്ചുകൊണ്ടിരിക്കുന്ന സ്വദേശത്തും വിദേശങ്ങളിലുമുള്ള ദൈവമക്കളോട് അറിയിച്ചുകൊണ്ടിരിക്കുന്ന ദൈവാലോചനയുടെ സത്യവും യാഥാർത്ഥ്യവും അതിന്റെ സ്ഥിരതയും നിവർത്തിയും ഓർത്ത് അത് കേൾക്കാൻ കാണാനിടയാകുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. और परमेश्वर की वाणी को देश विदेश में देते हुए से पूरा होते हुए परमेश्वर दिखा रहा है, इसलिए प्रभु का धन्यवाद करता हूं. കൊറോണ രോഗം ദൈവാലോചനയ്ക്ക് പിടിച്ചിട്ടില്ല. कोरोना का बीमारी परमेश्वर के सलाह के संसार नहीं. പ്രവചനത്തിന് കൊറോണ പിടിച്ചിട്ടില്ല. सेवकाई को कोरोना नहीं हुआ है. അരുളപ്പാടിനും ദർശനത്തിനും വെളിപ്പാടിനും ദൂതിനും കൊറോണ പിടിച്ചിട്ടില്ല. दर्शन को, परमेश्वर के वाणी को कोरोना नहीं हुआ है. ശുശ്രൂഷിക്കുന്നവർക്ക് പിടിക്കും, सेवा करने वालों को कोरोना हो सकता അത് है, കേൾക്കുന്നവർക്കും പിടിക്കുമായിരിക്കും. और जो सुन रहे हैं शायद उनको भी कोरोना होगा. പക്ഷെ ഈ വക ശുശ്രൂഷയ്ക്ക് ഇതുവരെ കൊറോണ പിടിച്ചിട്ടില്ല. लेकिन सेवकाई को कभी कोरोना नहीं होगा. അതുകൊണ്ട് അതിന് ബന്ധനവുമില്ല. इसीलिए उसमें कोई रोक टोक नहीं है. ആരാധന ഹാളുകൾ അടച്ചിരിക്കുകയാണ്. आराधना का ये आलय बंद है. ആമി പലതിനും ബന്ധനമുണ്ട്. अनेक बातों को रुकावट आ गया है. പൗലോസ് പറയുന്നു തന്റെ ലേഖനത്തിൽ, ഞാൻ ചങ്ങല ധരിച്ചുകൊണ്ട് ഇവിടെ കിടക്കുകയാണ്. पौलुस अपनी पत्री में लिखता है, मैं जंजीर को पहनते हुए यहाँ पड़ा हूँ. ദൈവവചനത്തിന് ബന്ധനമില്ല. लेकिन परमेश्वर के वचन को कोई जंजीर नहीं डाल सकता है. പ്രസംഗിക്കുന്ന പൗലോസിന് ബന്ധനമുണ്ട്. जो वचन प्रचार कर रहा है पौलुस के जीवन में बंधन പക്ഷെ है, താൻ പ്രസംഗിക്കുന്ന വചനത്തിന് ബന്ധനമില്ല. लेकिन वचन के ऊपर कोई बंधन नहीं है, रुकावट नहीं है. പ്രവാചകന് ബന്ധനം വരാം, പക്ഷെ പ്രവചനത്തിന് ബന്ധനം വരത്തില്ല. भविष्यवक्ता के जीवन में बंधन आ सकता है, लेकिन भविष्यवाणी पर नहीं. അതുകൊണ്ട് മാർച്ചിന് ശേഷവും इसीलिए मार्च के बाद ഈ भी ജൂലൈ 19 രാവിലെ വരെയും और इस जुलाई के इस दिन तक അരുളപ്പാടിന് ബന്ധനം വന്നിട്ടില്ല. वाणी को रुकावट नहीं आया है, പ്രവചനത്തിന് ബന്ധനം വന്നിട്ടില്ല. भविष्यवाणी को रुकावट नहीं आया है. ദർശനത്തിനും ആലോചനയ്ക്കും ദൂതനും ബന്ധനം വന്നിട്ടില്ല. दर्शन और वाणी पर कोई रुकावट नहीं है. ഇന്നും അത് ആവശ്യമുള്ളവർക്ക് ദൈവം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. और आज भी जिन्हें चाहिए परमेश्वर वो वाणी दे रहा അത് है. ആഗ്രഹിക്കുന്നവർക്ക്, ദാഹിക്കുന്നവർക്ക്, ചോദിക്കുന്നവർക്ക് ദൈവം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. जो मांगते हैं, जो पूछते हैं, परमेश्वर उन्हें आज भी वो दे रहा है. അവരെ ദൈവം കേൾപ്പിച്ചുകൊണ്ടിരിക്കുക, അവരെ ദൈവം അറിയിച്ചുകൊണ്ടിരിക്കുക, परमेश्वर उन्हें सुना रहा है, परमेश्वर उन्हें बता रहा है. അവരത് കേൾക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുക. पर वो सुनने के लिए लोग बुलाते हैं. അവരത് കേൾക്കാന് 7 കടലിന് അക്കരെയാണേലും കേൾക്കണമുള്ള ആഗ്രഹത്തോടെ അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. और वो सुनने के लिए बुलाते हैं. എന്തിന്? क्यों? അതിന്റെ മഹത്വം അവർക്കറിയാം. उसकी महिमा को वे जानते हैं. ദൈവശബ്ദത്തിന്റെ വില അവർക്കറിയാം. परमेश्वर के वचन की मूल्य जानते हैं. ദൈവാലോചനയുടെ മഹത്വം അവർക്കറിയാം. परमेश्वर के वचन की महत्व को जानते കാരണം हैं. അത് ഇന്നല്ലേ നാളെയായാലും സംഭവിക്കും. क्योंकि वो आज हो या कल हो, एक दिन पूरा होगा. അത് അടുത്ത മണിക്കൂറിൽ, അത് അടുത്ത മാസത്തിൽ, അടുത്ത വർഷത്തിൽ നിവർത്തിയാകും. वो अगले पहर में, अगले दिन में, अगली सप्ताह, अगला साल पूरा हो सकता है. തെക്കൻ കാറ്റ് മന്ദമായി വീശിയപ്പോൾ ഇവർ വിചാരിച്ചു പൗലോസ് തടവ് പുള്ളി പറഞ്ഞ കാര്യം, അപ്പോസ്തലൻ പറഞ്ഞ വാക്ക് വ്യർത്ഥമാണെന്ന് അവർ ചിന്തിച്ചു. जब अनुकूल हवाएं बहने लगी तो जहाज के लोगों को लगा पौलुस का वचन झूठ था. പക്ഷെ ദൈവദാസൻ, ദൈവത്തിന്റെ അഭിഷിക്തൻ, പ്രാർത്ഥിക്കുന്നവൻ, ദൈവാത്മാവുള്ളവൻ, ദൈവത്തിൽ നിന്ന് കേട്ടവൻ, പ്രാപിച്ചവൻ, പറഞ്ഞത് അറിയിച്ചത് വ്യർത്ഥമല്ലെന്ന്, അത് നിഷ്ഫലം അല്ലെന്ന് തെളിയിക്കുന്ന, വെളിപ്പെടുത്തുന്ന ഒരു ദിവസം, ഒരാഴ്ച, ഒരു മാസം, ഒരു വർഷം ദൈവം വെച്ചിട്ടുണ്ട്. लेकिन परमेश्वर ने जो कहा, परमेश्वर की आत्मा ने कहा, और परमेश्वर की आत्मा की प्रेरणा के अनुसार प्रेरित ने जो वचन कहा वो झूठ नहीं है. ये साबित करने वाला एक दिन है, एक सप्ताह है, एक पहर है, और उस दिन सब कुछ खुलकर आएगा. വിശ്വസിക്കുന്നവർക്കാണ് ദൈവത്തെ സ്തുതിക്കുകയാണ്. विश्वास करने वालों के लिए मैं परमेश्वर का धन्यवाद करता हूँ. കേൾക്കുന്ന സകല ഭക്തന്മാരോട് ഓർപ്പിക്കട്ടെ, ये सुनने वाले सारे भक्तजनों को मैं याद दिलाऊं, നിന്റെ കഷ്ടതയില്, आपके कष्टों में, നിന്റെ പ്രയാസത്തില്, आपके दुख में, നിന്റെ പ്രതികൂലത്തില്, आपकी प्रतिकूल अवस्था में, പ്രലോഭനങ്ങളില്, और जीवन के परेशानियों में, കൈപ്പേറിയ നാളുകളില്, कड़वाहट के दिनों में, നിന്റെ ജീവിതത്തിന്റെ സങ്കടമേറിയ അനുഭവത്തില്, जीवन के दुख भरे दिनों में, എല്ലാ വഴിയും അടഞ്ഞ അനുഭവത്തില്, जब सारे द्वार बंद हो जाते
होता है। കടന്നു പോകുന്ന അവസ്ഥയാണല്ലോ. और ऐसे परिस्थिति से जब आगे बढ़ते ഇതിന്റെ हैं നടുവിൽ ദൈവാത്മാവ് അറിയിച്ചിട്ടുള്ള ഒരു വാക്കും और इसके बीच में पवित्र आत्मा ने जो वचन आपसे कहा നിഷ്ഫലം ആകില്ല. वो निष्फल नहीं ठहरेगा। ശമൂവേലിന്റെ വായിൽ നിന്ന് വന്ന पर शमूएल के मुंह से जो वचन निकला, ഒരു വാക്കുപോലും एक भी शब्द നിഷ്ഫലമാകുവാൻ फल रहित യഹോവ അനുവദിച്ചില്ല. रहने के लिए परमेश्वर ने ആ अवसर नहीं दिया। ദൈവം ഇപ്പോഴും ജീവിക്കുക. वो परमेश्वर आज भी है। അതുകൊണ്ട് നിന്നോട് പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഓർത്ത് വിശ്വസിച്ച് ദൈവത്തെ സ്തുതിക്കുക. इसीलिए परमेश्वर ने आपको जो वचन दिया है याद करते हुए उसका धन्यवाद നിന്റെ करें। കുടുംബത്തോട്, തലമുറയോട്, ഭാവിയോട്, നിന്റെ ആത്മീയ, ഭൗതിക, ശാരീരിക വിഷയത്തോട്, നിന്റെ രോഗം കണ്ട്, ബലഹീനത കണ്ട്, ആകാഴ്മ, ക്ഷീണം കണ്ട് നിന്നോട് പറഞ്ഞിട്ടുള്ള വിടുതലിന്റെ ദൂത്, സൗഖ്യത്തിന്റെ ആലോചന വിശ്വസിക്ക്. അത് അതുപോലെ സംഭവിക്കാൻ പോകുകയാണ്. आपकी कमजोरियों को, आपके परेशानियों को, आपके परिवार के दुखों को देखकर परमेश्वर की आत्मा ने जो वाणी आपको दिया है उसको आप पकड़ते रहे, विश्वास करते रहे, उस पर आश्रित हो जाइए, क्योंकि उसे पूरा करने वाला परमेश्वर आज भी जीवित है और वो एक दिन पूरा होते हुए आप देखेंगे। ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. और यूरकुलिन नामक एक हवा आंधी उनके खिलाफ आने लगा കാറ്റിന്റെ മുമ്പിൽ നിൽപ്പാൻ കപ്പലിന് കഴിഞ്ഞില്ല. और उस आंधी के सामने जहाज रुक नहीं पाया। വിശുദ്ധ കേൾക്കുന്ന ദൈവജനത്തോട് ഓർപ്പിക്കട്ടെ, मुझे सुनने वाले प्रभु के लोगों को मैं याद दिलाता हूं, ചില കാറ്റുകൾ അടിച്ചിട്ടുണ്ട്. आंधी हमारे जीवन में आया है। ചില ഈശാനമൂലന്റെ ആരംഭ ലക്ഷണങ്ങൾ കാണുന്ന അവസ്ഥ കാറ്റിന്റെ ആ ഗതി പലപ്പോഴും വന്നിട്ടുണ്ട്. यूरकुलिन के अनुभव की ओर बढ़ाने वाले अनुभवों को, उसकी शुरुआत को, उसकी लहरों को, हवाओं को हमने देखा है അതിന്റെ നിമിത്തം പിടിച്ചു ഒലച്ചിട്ടുണ്ട്, और उसके कारण हम हिलडुल गए थे, പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. हमें उसने हिला दिया था। ആ കാറ്റിന്റെ പ്രാരംഭ ലക്ഷണത്തിന്റെ മുൻപിൽ സഭകൾ ഉലഞ്ഞിട്ടുണ്ട്. और उस हवा के सामने अनेक कलीसियाएं हिल गई थी, കുടുംബങ്ങൾ ഉലഞ്ഞിട്ടുണ്ട്, अनेक परिवार हिल गया था, വ്യക്തികൾ ഉലഞ്ഞിട്ടുണ്ട്, व्यक्ति जीवन हिल गया था, തൊഴിൽ മണ്ഡലം ഉലഞ്ഞിട്ടുണ്ട്, काम का क्षेत्र हिल गया था, കുടുംബ ജീവിത അന്തരീക്ഷം ഉലഞ്ഞിട്ടുണ്ട്, परिवार और व्यक्तिगत जीवन हिल गया था, ആരോഗ്യ മേഖല ഉലഞ്ഞിട്ടുണ്ട്, सेहत हिल गया था, ശുശ്രൂഷ മേഖല ഉലഞ്ഞിട്ടുണ്ട്. सेवकाई हिल गया था। അവിടൊക്കെ लेकिन वहां पर भी കുറവോർക്കാതെ, कमजोरियों को ना याद करते हुए, തന്നിഷ്ടത്തെ ഓർക്കാതെ, हमारे मन की इच्छाओं को याद ना करते हुए, മത്സരത്തെ കണക്കിടാതെ, बलवा को याद ना करते हुए, അനുസരണക്കേടിനെ കണക്കിടാതെ, अनाज्ञाकारिता को याद ना करते हुए, ദുശ്ശാഠ്യത്തെ കണക്കിടാതെ, हमारे बलवे को याद ना करते हुए, ആരംഭവിട്ട ഈശാനമൂലൻ जो यूरकुलिन का हवा बहने लगा ശക്തിപ്പെടാൻ, उसको सामर्थ्य पकड़ने के लिए ना देते हुए, പ്രബലപ്പെടാൻ, वो प्रबल ना होते ആ हुए, കാറ്റ് കരുത്തർജിക്കാൻ, वो हवा के अंदर ताकत ना डालते हुए, നമ്മളെ മേൽ അടിച്ചു നമ്മളെ തകർത്ത് കളയാൻ, हमारे विरुद्ध आकर बर्बाद ना करने के लिए, കൂട്ട നിലകളിൽ ഉയരാൻ അനുവദിക്കാതെ, और हमारे जीवन से चिल्लाहट का अनुभव ना उठने के लिए, നമ്മുടെ അകൃത്യത്തിന് പാപത്തിന് തക്കവണ്ണം നമ്മോട് പകരം ചെയ്യാതെ, हमारे अधर्म, हमारे पापों के अनुसार हमसे व्यवहार ना करने वाला परमेश्वर, അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ जिस प्रकार पिता अपने बच्चों के सामने रहम खाता है, തന്റെ ഭക്തന്മാരോട് കരുണ തോന്നി. उसी प्रकार परमेश्वर अपने भक्तों के सामने रहम खाता है। കാറ്റേ അടങ്ങുക, आंधी शांत हो जा, കടലേ ശാന്തമാകാ लहरें थम जा, എന്നരുളി ചെയ്ത അനുമനാഥേ, जिस प्रकार जिस परमेश्वर ने कहा കാറ്റിന്റെ ആരംഭത്തിൽ തന്നെ, हवा के शुरुआत में ही, നീ കുളിരാനും ഉളയാനും തുടങ്ങിയ ആരംഭത്തിൽ തന്നെ आप जिस समय हिलने डुलने लगे, നിന്റെ പടകിൽ എഴുന്നേറ്റു, आपके जहाज में खड़ा हो गया, കുടുംബജീവിതത്തിൽ എഴുന്നേറ്റു, आपके परिवार में खड़ा हो गया, ഭവന അന്തരീക്ഷത്തിൽ എഴുന്നേറ്റു, आपके पारिवारिक परिस्थिति में खड़ा हो गया, എഴുന്നേറ്റു, बच्चों में खड़ा हो गया, ഭൗതിക വിഷയത്തിൽ എഴുന്നേറ്റു, आपके भौतिक जगहों पर खड़ा हो गया, രോഗ വിഷയത്തിൽ ശാരീരിക വിഷയത്തിൽ അവൻ എഴുന്നേറ്റു, आपकी बीमारियों के सामने, शारीरिक कमजोरियों के सामने वो खड़ा हो गया, തൊഴിൽ ജോലി മേഖലയിൽ അവൻ എഴുന്നേറ്റു, आपके नौकरी के क्षेत्र में वो खड़ा हो ആ गया, ഈശാനമൂലൻ ശക്തിപ്പെട്ട് और वो यूरकुलिन की हवा सामर्थ्य ना होते हुए, നിന്നെ തകർക്കാൻ അനുവദിക്കാതെ, आपको बर्बाद ना होने के लिए, കരുണയുള്ള ദൈവം, കൃപയുള്ള ദൈവം, ദീർഘക്ഷമയുള്ള ദൈവം करुणामय परमेश्वर हमारे लिए खड़ा हो गया। ആരംഭത്തിൽ തന്നെ शुरुआत में ही ശാന്തത വരുത്തി, वो शांत कर दिया, സമാധാനം വരുത്തി, शांति दिया, ശമനം വരുത്തി, उसको थमा दिया, സ്വസ്ഥത വരുത്തി,
उसके अंदर हमें शांति दिया। നിന്റെ കുടുംബത്തെ, നിന്റെ പടകിനെ, നിന്റെ കപ്പലിനെ, നിന്റെ സഭയെ, ശുശ്രൂഷയെ, ജോലി മണ്ഡലത്തെ നിയന്ത്രിച്ച് സമാധാനം വരുത്തിയ ദൈവത്തെ ഇരിക്കുന്ന സ്ഥാനത്തിരുന്ന് നന്ദിയോടെ സ്തുതിച്ചാട്ടെ. आपके परिवार को, आपके सेहत को, आपके नौकरी के क्षेत्र पर जो परमेश्वर ने अपने हाथ को उठाया, उसके सामने आपके हाथ को उठाकर धन्यवाद और प्रशंसा करें। Praise the Lord. Praise the Lord. हालेलुया, प्रेज द लॉर्ड। ദൈവം എത്ര വിശ്വസ്തൻ, परमेश्वर कितना विश्वास योग्य है, ദൈവം എത്ര നല്ലവൻ, परमेश्वर कितना भला है, ദൈവം എത്ര മതിയായവൻ. वो कितना काफी है। ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുണയോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. भलाइयों के लिए मैं परमेश्वर का धन्यवाद करता हूँ। കപ്പൽ അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി, और जहाज उनके हाथ से निकल गया, അവർ കൈവിട്ടു, അങ്ങനെ കപ്പൽ പാറിപ്പോയി. जहाज उनके हाथ से निकल गया। കുടുംബജീവൻ നയിക്കുന്ന സഹോദരന്മാരെ, पारिवारिक जीवन बिताने वाले भाइयों, ഉത്തരവാദിത്വ ചുമതലയുള്ള സഹോദരന്മാരെ, जिम्मेदारियों को उठाने वाले भाइयों, ചില കാറ്റും പ്രതികൂലവും ഒക്കെ നിന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വത്തിനെതിരെ വന്നെങ്കിലും आपके जीवन के खिलाफ परेशानी आने पर भी നിന്റെ കുടുംബം, നിന്റെ മക്കൾ, നിന്റെ തുണയാളി, കുടുംബത്തിന്റെ ഭൗതിക ആത്മീയ മണ്ഡലം നിന്റെ നിയന്ത്രണത്തിൽ നിന്ന് കയ്യിൽ നിന്ന് പാറിപ്പോകാൻ, നിയന്ത്രണം പിടിക്കടിഞ്ഞാൻ വിട്ടുപോകാൻ ഇടവരുത്താൻ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. आपका परिवार, आपका साथी, आपके बच्चे उस नियंत्रण से छूट नहीं गए, निकल नहीं गए, लेकिन परमेश्वर ने उसे वहां पर रोक कर रखा। मैं परमेश्वर का धन्यवाद അതിന്റെ करता हूँ। 18 വാക്യം വായിക്കുകയാണ്. 18 आयत को मैं पढ़ता हूँ। ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട് പിറ്റേന്ന് അവർ ചരക്ക് പുറത്തു കളഞ്ഞു. 18 आयत में लिखा है, जब हमने आंधी से बहुत हिचकोले और धक्के खाए तो दूसरे दिन वे जहाज के माल फेंकने लगे। ഞങ്ങൾ കൊടുങ്കാറ്റ് കൊണ്ട് അത്യന്തം അലയുക കൊണ്ട്, आंधी के कारण हिचकोले और धक्के खाने लगे। അലയ്ക്കുന്ന കൊടുങ്കാറ്റ്, हमें धक्का देने वाला आंधी, അലയുമാറാക്കുന്ന കൊടുങ്കാറ്റ്. हमें धक्का देने वाला आंधी। ദൈവാലോചന വിട്ടു പോകുന്നവർ അലയും. परमेश्वर का वाणी से दूर जाने वाले धक्के खाएंगे। ഇപ്പോഴത്തെ തെക്കൻ കാറ്റ് മന്ദമായി വീശുന്ന, ഇപ്പോഴത്തെ ചെറിയ ജോലി, ചെറിയ വരുമാനം, പട്ടിണിയില്ലാതെ പുലരുന്ന അനുഭവം ഒന്നും കണ്ട് ഈ വക തെക്കൻ കാറ്റ് കണ്ട് ആരും അധികം സന്തോഷിക്കണ്ട. ദൈവത്തിൽ ആശ്രയിച്ചുകൊള്ളുക, ആശ്രയം വർദ്ധിപ്പിച്ചുകൊള്ളുക, ആശ്രയം മുറുകെ പിടിച്ചുകൊള്ളുക. ഇപ്പോഴത്തെ ജോലി, ഇപ്പോഴത്തെ വരുമാനം, ഇപ്പോഴത്തെ ശാന്തത കണ്ട് മതിമറന്ന് പോകല്ലേ. ദൈവത്തെ വിട്ടുപോയാൽ, പ്രാർത്ഥന വിട്ടുപോയാൽ, ദൈവസന്നിധി വിട്ടുപോയാൽ, ദൈവാലോചനയും മുന്നറിയിപ്പും വാണിങ്ങും വിട്ടുപോയാൽ നീ അലയുന്ന, നിന്നെ അലയ്ക്കുന്ന കാറ്റ് പുറകെ വരും. और हम यहाँ पर देखते हैं कि यदि परमेश्वर की वाणी को छोड़ते हुए, परमेश्वर के शब्द को त्याग कर, सलाह को त्याग कर यदि हम आगे बढ़ने की कोशिश करें और हमें ऐसा लगता है कि हवाएं हमारे अनुकूल बह रहा है, उस अनुकूल अवस्थाओं को देखकर, आर्थिक अवस्थाओं को देखकर, नौकरी की अवस्थाओं को देखकर अधिक खुश ना हो, यदि हम परमेश्वर के वचन को त्यागा है तो एक दिन धक्के हम जरूर खाएंगे। അവരെ അലഞ്ഞു, वे धक्के खाने लगे പിറ്റേന്നാൾ ചരക്ക് പുറത്തു കളഞ്ഞു. और दूसरे दिन वे माल फेंकने लगे। ചില കാറ്റിന്റെ, പ്രതികൂലത്തിന്റെ, സന്ദർശനത്തിന്റെ, ശോധനയുടെ ഒക്കെ നടുവിൽ പുറത്ത് കളയേണ്ട ചരക്കെടുത്ത് പുറത്ത് കളയണം. और परमेश्वर के सामने जब हम आगे बढ़ रहे हैं और विभिन्न प्रकार की आंधी तूफान आता है, तो जिन माल को हमें फेंकना चाहिए उस माल को फेंके। ഈ യാത്രയ്ക്ക് ചേരാത്ത ഭാരം കൂട്ടുന്ന ചരക്ക് ഇനിയും കൊണ്ട് നടക്കല്ലേ. ആവശ്യമില്ലാത്ത ഭാരം വരുത്തുന്ന, വേദന വരുത്തുന്ന ചരക്ക് നിന്റെ മനസ്സിൽ, നിന്റെ ഹൃദയത്തിൽ, നിന്റെ ഓർമ്മയിൽ, നിന്റെ ചിന്തയിൽ, നിന്റെ സ്വഭാവത്തിൽ, നിന്റെ നാക്കിൽ, നിന്റെ വാക്കിൽ നീ ഇനിയും ചുമന്നുകൊണ്ട് നടക്കല്ലേ. ആ ചുമട് നിന്റെ കുടുംബത്തിനും തലമുറയ്ക്കും നന്മയ്ക്കും കപ്പലിനും സഭയ്ക്കും ദോഷം വരുത്തുന്നതാകിയാൽ പുറത്തു കളയേണ്ട ജഡികവും പ്രാകൃതവും പൈശാചികവും പാരമ്പര്യമായിട്ടുള്ള സകല പാരമ്പര്യമുള്ള പൈശാചിക ജഡിക ചുമട് ഈ പകലിൽ പുറത്തു കളയുക. और इस यात्रा के दौरान जब आप आगे बढ़ते हैं, विभिन्न माल को, विभिन्न सामानों को, विभिन्न बोझ को जब अपने जीवन में लेकर आए हुए, वो परंपरा का हो, अपने व्यक्तिगत जीवन का हो, सांसारिक हो, जो हमारे इस यात्रा के लिए अनुकूल नहीं है, जो हमारे परमेश्वर के विश्वास की यात्रा के साथ हमें नहीं देता है, उन सारी बातों को फेंक दे, उसे त्याग देने का अवसर आज सुबह का समय में है। ഞാൻ കഴിഞ്ഞ ദിവസം കേരളത്തിലുള്ള ഒരു മുസ്ലിം ഉസ്താദിന്റെ പ്രസംഗം ശ്രദ്ധിക്കാനിടയായി.
पिछले दिन मैं जो केरल के एक मुसलमान उस्ताद के बातों को सुनने लगा। അയാൾ പ്രസംഗിക്കുകയാണ്, वो प्रचार कर रहे थे, ഈ കോവിഡ് വന്നിട്ടും നീ പാഠം പഠിച്ചില്ലെങ്കിൽ यदि कोविड आने पर भी यदि हमने सीख को नहीं सीखा है ഇതിൽ വലുത് പുറകെ വരാൻ പോവാണ്. तो उससे बड़ा हम इसके पीछे आते हुए देखेंगे। പെന്തക്കോസ്ത് ഭാഷ പറഞ്ഞല്ല, ये पेंतकोस का पासबान ने नहीं कहा, ഇതൊരു പ്രവാചകൻ പറഞ്ഞതല്ല, भविष्य वक्ता ने नहीं कहा, ഇതൊരു മുസ്ലിം ഉസ്താദ് അവരുടെ ഒരു നടത്തിപ്പുകാരൻ പ്രസംഗിച്ചതാണ്. लेकिन एक मुसलमान उस्ताद ने जो है उनके सभा में इसका ऐलान किया। ഞാനത് കേട്ടപ്പോ ചിന്തിച്ചു, जब मैंने ये सुना तो मैंने ये सोचा, മുസ്ലിമിനുള്ള ആ വീണ്ടും വിചാരം പോലും പെന്തക്കോസുകാർക്കും പെന്തക്കോസിലെ പാസ്റ്റേഴ്സിനും രാഷ്ട്രീയം കളിക്കുന്നവർക്കും സ്ഥാനമാനത്തിന് കസേറയ്ക്ക് വേണ്ടി കടിപിടി കൂടുന്നവർക്കും അസൂയയും കുശുമ്പും കണ്ണുകടിയും കൊണ്ട് നടക്കുന്ന പെന്തക്കോസിലെ വിശ്വാസികൾക്കും പകയും വൈരാഗ്യവും വിദ്വേഷവും മനസ്സിൽ ചുമടായി ചരക്കായി കൊണ്ടു നടക്കുന്ന പെന്തക്കോസുകാർക്ക് ഈ വീണ്ടും വിചാരം ഇല്ലാതെ പോകുന്നല്ലോ. ഇത്രയും കോവിഡ് വന്നിട്ടും പുറത്തു കളയേണ്ട ചരക്ക് പുറത്തു കളയാതെ ഇപ്പോഴും കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ട് നടക്കുക, 10 പൈസയുടെ കൂലിയില്ലാത്ത ചരക്ക് ചുമക്കുകയാണ്. और मैंने तब ये सोचा है कि ऐसे लोगों को जो विश्वास में नहीं है, उनके अंदर ये ख्याल है कि कोविड में यदि हम सीख को ना सीखे तो उससे बड़ी मुश्किल हमारे जीवन में आ सकता है। मैंने सोचा है कि ऐसा सोच पेंतकोस लोगों के अंदर अधिकतर नहीं दिखता है, पासबानों के अंदर नहीं दिखता है। और आज भी जो सामान और जो माल और जो बोझ जरूरी नहीं है, वैसे व्यर्थ बातों को लेकर हम चल रहे हैं। यदि चलते हैं तो त्यागने का अवसर यही है। മുസ്ലിം പ്രാസംഗികന് പോലും അറിയാം കോവിഡിന് ശേഷം ഇതിനേക്കാൾ വലുതൊന്ന് പുറകെ വരാൻ പോവാണ്. मुसलमान भी जानते हैं कि इससे बड़ा जो है इसके बाद आने वाला है। കഴിഞ്ഞ ആഴ്ചയിൽ 4 ദിവസം മുൻപ് ഐക്യരാഷ്ട്രസഭ UN സെക്രട്ടറി ജനറൽ ലോകത്തോട് പരസ്യം ചെയ്ത പ്രസ്താവന ഇങ്ങനെയാണ്: ഈ കോവിഡിനോടനുബന്ധിച്ചതിന് ശേഷം ലോകത്തിൽ ഒരു വലിയ ക്ഷാമം, ഒരു വലിയ പട്ടിണി, ഒരു വലിയ ദാരിദ്ര്യം, ദുരവസ്ഥ വരാൻ പോകുക. 100 ദശലക്ഷം ജനത്തെ അത് വളരെ ഗുരുതരമായി ബാധിക്കും. ആ ക്ഷാമം, പട്ടിണി 100 ദശലക്ഷം ജനത്തെ എന്ന് പറഞ്ഞാൽ 10 കോടിയിലധികം ജനത്തെ അത് വളരെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ലോകത്തിനെ അറിയിച്ചിരിക്കുന്നത്. संयुक्त राज्यों का सम्मेलन जहां पर होता है, वहां का सेक्रेटरी जनरल ने इस प्रकार ऐलान किया कि कोविड के बाद एक महाअकाल के समय की ओर हम आगे बढ़ेंगे, जहां पर अनेक लोगों को ये कष्ट पहुंचेगा, दुख पहुंचेगा और इस प्रकार की गंभीर और तीव्र अवस्था की ओर हम आगे बढ़ रहे हैं। इस प्रकार का ऐलान संयुक्त राष्ट्रों का सेक्रेटरी जनरल ने हमें दिया था पिछले दिन। ലോകത്തിലെ ജനത്തിൽ 2/3 തുടച്ചു നീക്കാനുള്ള ഒരു പുതിയ രോഗം, ഒരു പുതിയ വൈറസ് ഇതിന്റെ പുറകെ വരാൻ പോകുന്ന ശാസ്ത്രലോകം ലോകത്തെ അറിയിച്ചേക്കുന്നത്. और विज्ञान की दुनिया ने लोगों को ये जानकारी दिया है कि इसके पीछे दुनिया के 3/4 लोगों को मिटा देने सामर्थ्य रखने वाले ऐसा एक वायरस आने वाला। അതുകൊണ്ട് इसीलिए നമ്മൾ അലയുമ്പോൾ, जब हम गुजरते हैं, तकलीफ से गुजरते ചില हैं, സന്ദർശനങ്ങൾ വരുമ്പോൾ जब हम धक्के खाते हैं, എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. अच्छा होगा यदि हम सोचेंगे कि इसका कारण क्या ചില है। ശോധന, സന്ദർശന, പ്രതികൂലത്തിന്റെ കഷ്ടതയുടെ നാളിലെങ്കിലും പുറത്തു കളയേണ്ട ചരക്ക് സഭകളാ കപ്പലിൽ നിന്നെടുത്ത് പുറത്തു കളയണം, കുടുംബങ്ങളാ കപ്പലിൽ നിന്നെടുത്ത് പുറത്തു കളയണം, വ്യക്തി ജീവിതങ്ങളുടെ മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന്, സ്വഭാവത്തിൽ നിന്ന്, നാക്കിൽ നിന്ന്, മുഖഭാവത്തിൽ നിന്ന്, പെരുമാറ്റത്തിൽ നിന്ന് എടുത്ത് പുറത്തു കളയണം. തലമുറയുടെ അകത്തു നിന്നുള്ള ജഡീയ ലൗകിക ലോകകാര്യമെടുത്ത് പുറത്ത് കളഞ്ഞാൽ അത്രയും ശാന്തത വരും, അത്രയും സ്വസ്ഥത വരും. और इस यात्रा में जो व्यर्थ की बातें हैं, व्यर्थ बोझ है, यदि अपने परिवार से, अपने जीवन से, व्यक्तिगत जीवन से यदि हम त्यागते हैं तो उतना शांति हमें मिलेगा। വലിയ വലിയ മുൻനിര പെന്തക്കോസ് പ്രസ്ഥാനങ്ങളിൽ നിന്ന്, അതിനകത്തു നിന്ന്, അതിനെ നടത്തുന്നവരിൽ നിന്ന് എടുത്ത് പുറത്തു കളയേണ്ട, അനേക വർഷങ്ങളായി കുമിഞ്ഞുകൂടി കിടക്കുന്നവർ കെട്ടിച്ചുമന്നുകൊണ്ട് നടക്കുന്ന അനേക ജഡിയവും പ്രാകൃതവും പൈശാചികവുമായ ചരക്ക് അവരുടെ കയ്യിലുണ്ട്. അതവർ പുറത്തു കളഞ്ഞാൽ ആത്മീയഗോളത്തിന് ആകമാനം ഒരു ശാന്തത, സ്വസ്ഥത വരുവാനിടയാകും.
और अनेक ऐसे आत्मिक संगठन है जहां पर व्यर्थ भोज को त्यागना जरूरी है। यदि वो त्यागते हैं तो हमारे लिए वो काफी अच्छा എന്റെ होगा। വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ്. मैं अपने वचनों को समाप्त करता हूँ। ഒന്ന്, ദൈവാലോചന വിട്ടുപോകുന്നവൻ അലയും. परमेश्वर के वाणी से दूर जाने वाले धक्के खाएंगे ആമേ, അതിന്റെ ഫലമായി അവർ ചരക്ക് പുറത്തു കളഞ്ഞു. और उसके कारण सामान को वे बाहर फेंक दिए। ആമേ, മൂന്നാം നാൾ സ്വന്തം കൈയാൽ കപ്പൽ കോപ്പും കടലിൽ ഇട്ട് കളഞ്ഞു. और तीसरे दिन उन्होंने अपने हाथ से जहाज का साज सामान भी फेंक दिए। കപ്പൽ കോപ്പ് കടലിൽ ഇട്ട് കളഞ്ഞു. जहाज का साज सामान മാനുഷികമായ കണക്ക് കൂട്ടി, മാനുഷിക ബുദ്ധി കൊണ്ട്, ജഡബുദ്ധി കൊണ്ട്, മാനുഷിക ആലോചനയ്ക്കൊത്തവണ്ണം ക്രമീകരിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ ചില ആശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഇല്ലേ, ചില കോപ്പുകൾ നമ്മൾ തന്നെ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന. ഇങ്ങനെ ചെയ്താൽ, ഇങ്ങനെ പോയാൽ, ഇങ്ങനെ പ്രവർത്തിച്ചാൽ, ഇങ്ങനെ ചിന്തിച്ചാൽ, നമ്മുടെ ബുദ്ധിയുടെ ചില പ്രമാണമില്ലേ, ജഡത്തിന്റെ ചില പ്രമാണമില്ലേ, ഈ വക കോപ്പുകൾ ഈ പകൽക്കാല ദൈവസന്നിധിയിൽ നിന്ന് ഉപേക്ഷിച്ച്, ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്ക്. അത് ഈ കടലിൽ, ഈ ലോകത്തിൽ ഇട്ടുകളയാൻ ദൈവം നമുക്ക് ആലോചന തരികയാണ്. और कई सारे सामान हमारे जीवन में ऐसे हैं जिसे हम व्यर्थ रीति में लेकर चल रहे हैं, जिसका कोई उपयोग हमारे जीवन में नहीं है। ऐसी व्यर्थ बातों को, व्यर्थ सामानों को इस दुनियाई समुद्र में फेंक देने का सलाह परमेश्वर हमें दे रहा है। കപ്പൽ കോപ്പ് അവരുണ്ടാക്കിയതാണ്. और ये जो जहाज का साज सामान है उन्होंने तैयार किया था। നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ കോപ്പുകളും, എല്ലാ വസ്തുക്കളും, വസ്തുതകളും, മനോഭാവങ്ങളും നാം തന്നെ മനസ്സോടെ വിട്ടുകളയണം. और हमने जो व्यर्थ सामानों को तैयार किया है, खड़ा किया है, उसे हमें ही त्यागना होगा। ഇട്ടുകളഞ്ഞിട്ട് അതിന് 20-ാം വാക്യത്തിൽ, വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ വല്ലാത്ത കൊടുങ്കാറ്റടിച്ചുകൊണ്ടിരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ അറ്റുപോയി. 20वीं आयत में इस प्रकार लिखा है, जब बहुत दिनों तक ना सूर्य ना तारे दिखाई दिए और बड़ी आंधी चलती रही, तो अंत में हमारे बचने की सारी आशा जाती रही। ദൈവാലോചന വിട്ടുപോകുന്നവൻ അലയും. परमेश्वर का वाणी छोड़ने वाला धक्का खाएगा। ദൈവാലോചന വിട്ടുപോകുന്നവന്റെ ആശ നഷ്ടപ്പെടും. परमेश्वर का वाणी त्यागने वालों का आशा भी नष्ट അവന് होगा പ്രത്യാശയില്ല. और उसके बाद उसको कोई आशा नहीं है, ഒന്നിനെ കുറിച്ചും പ്രത്യാശയില്ല. किसी चीज का आशा नहीं है। മുൻപോട്ടുള്ള യാത്രയെ കുറിച്ചോ, ഗമനത്തെ കുറിച്ചോ, മുൻപിലുള്ള തുറമുഖത്തെ കുറിച്ചോ അവൻ ഒരു ആശയുമില്ല. और आगे जो बढ़ोतरी है और जो लक्ष्य है उसके बारे में कोई आशा नहीं बचेगा। ഭാവിയെ കുറിച്ച്, ആത്മീയ ഭൗതിക മണ്ഡലങ്ങളെ കുറിച്ച്, കുടുംബ ജീവിതത്തെ കുറിച്ച്, വിദ്യാഭ്യാസത്തെ കുറിച്ച്, തൊഴിലിനെ കുറിച്ച്, ശുശ്രൂഷയെ കുറിച്ച്, സഭയെ കുറിച്ച് പിന്നെ ഒരു ആശയും അവർക്കില്ല. काम के संबंध में, नौकरी के संबंध में, अपने बारे में, परिवार के बारे में कोई आशा नहीं बचता है। ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ, लेकिन परमेश्वर पर जो आश्रय रखा, 27-ാം സങ്കീർത്തനം അതിന്റെ 14-ാം വാക്യത്തിൽ, 27 भजन में हम देखते हैं, 31-ാം സങ്കീർത്തനം 24-ാം വാക്യത്തിൽ 31 भजन में हम देखते हैं, ഇപ്രകാരം നാം വായിക്കുന്നു, इस प्रकार हम पढ़ते हैं, യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ, जो कोई परमेश्वर पर आशा रखे है, നിങ്ങൾ ധൈര്യപ്പെട്ടിരിപ്പീൻ, तुम अपने धीरज को बांधे रहो, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. आपका हृदय स्थिर रहने അത് पाए। യഹോവയിൽ പ്രത്യാശ വെപ്പീൻ. यहोवा पर आशा रखो। ദൈവത്തിൽ ആശ്രയമുള്ളവന് നിരാശയല്ല, അവന് പ്രത്യാശയുണ്ട്. जो परमेश्वर पर विश्वास रखता है उसके जीवन में निराशा नहीं लेकिन आशा मिलता है, അവന്റെ ആശ പോകില്ല, और उनका आशा जाता അവന്റെ नहीं, പ്രത്യാശ വർദ്ധിച്ചുകൊണ്ടിരിക്കും. उनका आशा बढ़ता जाता है, കാരണം അവന്റെ ആശ്രയം ദൈവത്തിലാണ്. क्योंकि उनका आश्रा परमेश्वर पर ഇവർ है। പറയാണ്, വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെ കണ്ടില്ല. और वो कहते हैं बहुत समय तक उन्होंने सूर्य को नहीं देखा, तारों को नहीं देखा। ഇത് ഈ വാക്യവും ഈ ലോക്ക്ഡൌണുമായിട്ട് വലിയ ബന്ധമുണ്ട്. और ये वचन भी लॉकडाउन के साथ बहुत संबंध रखता है। ആരെങ്കിലും ഒരാൾ മാർക്കറ്റിൽ പോയി എന്തെങ്കിലും മേടിച്ചോണ്ട് വരുക, कोई जाता है बाजार में कुछ सामान लेकर आता है, ബാക്കിയുള്ളവർ പകലിറങ്ങി സൂര്യനെയും കാണണ്ട, രാത്രി മുറ്റത്തിറങ്ങി നക്ഷത്രത്തെയും കാണണ്ട. और बाकी लोग जो है दिन में निकलकर सूर्य भी देख नहीं पा रहे हैं, रात को निकलकर तारे भी देख नहीं पाते हैं। തിന്നുക, കുടിക്കുക, കുളിക്കുക, ഉറങ്ങുക എല്ലാം പെരക്കകത്ത് തന്നെയാണ്. हम सब कुछ जो अपने घरों में करते हैं, खाते पीते नहाते, सब हम घरे में पड़े हुए हैं। സൂര്യനെ കണ്ടിട്ട് എത്രയോ മാസമായി, सूर्य को देखकर कितना महीना हुआ, രാത്രിയിൽ നക്ഷത്രത്തെയും ചന്ദ്രനെയും കണ്ടിട്ട് എത്രയോ മാസമായി. और रात के समय में सूर्य और तारे और चंद्र को देखकर कितने समय പകലും हुए। രാത്രിയും പുറത്തിറക്കാതെ ലോക്ക്ഡൌൺ, കോവിഡ് നമ്മളെ ബന്ധിച്ചിരുത്തിയിരിക്കുക. और दिन और रात बाहर ना निकलने लायक स्थिति में लॉकडाउन ने हमें कर दिया है। എത്ര യാഥാർത്ഥ്യമായി ദൈവവചനം. और वचन कितना सच्चा है। സൂര്യനെയും നക്ഷത്രങ്ങളെ കാണാതായിട്ട് ഓരോ ദിവസമായി.
बहुत समय हुआ सूर्य और तारों को देखकर। അവർക്ക് 14 ദിവസമേ ആ സ്ഥിതി വന്നുള്ളൂ. उनके जीवन में केवल 14 दिन का अनुभव था നമുക്കിത് മാർച്ച് 24 തുടങ്ങിയതാ. और हमारे लिए मार्च की 24 तारीख से ये शुरू है ഇനി ഇത് എത്ര മാസം മുമ്പോട്ട് പോകുന്ന ഒരു പിടിയില്ല. और कितना महीने आगे बढ़ेगा हम नहीं जानते हैं। അതുകൊണ്ട് മാനുഷിക നില ബുദ്ധിപദേശം കൂടെ തരികയാണ്. इसीलिए मानुषिक रीति में मैं आपको एक सलाह भी देता हूँ, വല്ലപ്പോഴും മുറ്റത്തൊന്ന് ഇറങ്ങണം. कभी कभार बाहर निकले, റോഡിലോട്ടൊക്കെ ഒന്ന് വല്ലപ്പോഴും ഇറങ്ങണം. सड़कों पर थोड़ा निकले, പേടിച്ച് പെരക്കാത്തതിനിരിക്കേണ്ട കാര്യമൊന്നുമില്ല. केवल घबरा कर घर में ही बैठने की जरूरत नहीं है। ഈ സൂര്യനുണ്ടോ നക്ഷത്രമുണ്ടോ ചന്ദ്രനുണ്ടോ എന്ന് വല്ലപ്പോഴും പുറത്തിറങ്ങി ഒന്ന് നോക്കണം. हमेशा हमेशा नहीं, लेकिन कभी कभार जो है 1-2 बार बाहर निकल कर देखे कि ये सूर्य है या तारा है बाहर। സൂര്യപ്രകാശം ശരീരത്തിൽ അടിക്കുന്നത് നല്ലതുമാണ്. और सूरज का रोशनी शरीर पर गिरना अच्छी बात है വൈറ്റമിൻ ഡി അതിൽ നിന്ന് കിട്ടും. और विटामिन डी उससे मिलता है അതുകൊണ്ട് അത് കാണേണ്ടത് ആവശ്യം തന്നെയാണ്. और इसीलिए उसे देखना जरूरी है। ഇവര് 14 ദിവസമായി സൂര്യനെയും ചന്ദ്രനെയും കാണാതിരിക്കുകയാണ്. और 14 दिन से वे सूर्य को भी नहीं देखे, तारों को भी नहीं ഈ देखे അവസ്ഥയിൽ കൂടെ നമ്മൾ പോകുകയാണ്. और इसी अवस्था से हम जा रहे हैं। ലോകത്തിലുള്ള സകല ജന അവസ്ഥയിലൂടെ പോകുകയാണ്. सारे ही लोग ये अनुभव में है, എന്നാൽ लेकिन താമസമിന बहुत जल्द ഒരു ദിവസം കാണാൻ പോകുകയാണ്. हम एक बदलाव को देखेंगे। സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുകയാണ്. समय की कमी के कारण मैं आगे बढ़ता हूं। ഈ നിലയിൽ അവരായിരിക്കുമ്പോൾ और जब हम इस प्रकार के अनुभव में हैं, കപ്പലിൽ കൂട്ട നിലവിളി ഉയരുമ്പോൾ जब वे मिलकर चिल्ला रहे हैं, പൗലോസ് पौलुस അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നു. उनके बीच में खड़ा होकर, അതിന് 22 വാക്യം വായിക്കുമ്പോൾ उसके 22वीं आयत में हम देखते हैं പൗലോസ് അവർക്ക് സംഭവിച്ചതിന് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. उनको उनके जीवन में जो हुआ उसके बारे में वो कहता है। എങ്കിലും അതിന് 21 വാക്യം 21वीं आयत ആമേൻ. പൗലോസ് അവരോട് പറയുകയാണ്, पौलुस उनसे कहता है, പുരുഷന്മാരെ, എന്റെ വാക്കനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു. पौलुस उनसे कहता है, हे लोगों, चाहिए था कि तुम मेरी बात मानकर क्रेते से ना जहाज खोलते और ना ये विपत्ति आती और ना ये हानि उठाते। എത്ര സന്തോഷം, എത്ര യാഥാർത്ഥ്യമുള്ള ഒരു അനുഭവം പറയുന്നേ. वो कितना सच कह रहा है। ഇത് വരുത്തി വെച്ചത് നിങ്ങളാണ്. आपने इस प्रकार का अनुभव लेकर आए, ഇത് സമ്പാദിച്ചത് നിങ്ങളാണ്. आपने इसका कारण बना। ഈ കപ്പൽ യാത്രയിൽ വിശ്വാസയാത്ര ആയിരിക്കുന്ന ആത്മീയഗോളം ഈ തിരുവെടുത്തൊന്ന് തിരിഞ്ഞ് ചിന്തിക്കുമോ? और आत्मिक जीवन में आगे बढ़ने वाले लोग ये सोचेंगे क्या? ദൈവാലോചന വിട്ടുപോയി, परमेश्वर की वाणी को त्याग कर, ദൈവഹിത വിട്ടുപോയി, परमेश्वर के वचन को छोड़कर, പരിശുദ്ധാത്മാവിന്റെ മുന്നറിയിപ്പ് വിട്ടുപോയി, पवित्र आत्मा की वाणी को त्याग कर, ദൈവവചനത്തിന്റെ ചില വാണിംഗ് വിട്ടുപോയി, वचन की चेतावनी को त्याग कर, ജഡത്തിന്റെയും ലോകത്തിന്റെയും പ്രാകൃതത്തിന്റെ ആലോചനയ്ക്കൊത്തവണ്ണ, തന്നിഷ്ടത്തിനൊത്തവണ്ണ, സ്വന്തം ബുദ്ധിക്കൊത്തവണ്ണ ജീവിച്ചതിന്റെ ഫലമാണ് ഈ കഷ്ടനഷ്ടം വരുവാൻ കാരണം. और इस दुनिया में अपनी ही बुद्धि के अनुसार जीने लगे, इसलिए हमारे जीवन में कई प्रकार का नष्ट आता। ഇത് വരുത്തി വെക്കരുതായിരുന്നു. ये नहीं आना चाहिए था, ഇത് നിങ്ങൾ അനുസരിക്കണമായിരുന്നു. ये हमें मान लेना चाहिए था। പൗലോസ് അത് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. पौलुस ने याद दिलाता, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പീൻ कभी भी यहाँ पर धीरज के साथ रुकिए। എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. मैं तुमसे ये कहता हूँ, ദൈവത്തിന്റെ കരുണയാണത്. परमेश्वर का करुणा है ये। എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പീൻ. तभी भी अब आप धीरज बांधिए। ദൈവത്തിന്റെ ദീർഘക്ഷമയാണത്. परमेश्वर का क्षमा है ये, ദൈവത്തിന്റെ ദയാണത്. परमेश्वर का दया है। പാപത്തിന് നക്കവണ്ണ ചെയ്യാത്ത ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. पाप के अनुसार हमसे बदला ना लेने वाले प्रभु का मैं धन्यवाद എന്നിട്ട് करता हूँ। പൗലോസ് പറയുകയാണ്, उसके बाद पौलुस कहता है, കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെ പ്രാണന് ഹാനി വരികയില്ല. वो कहता है, जहाज के अलावा आप में से किसी के प्राण को हानि नहीं होगी। കപ്പലിന് ദോഷം വരും, जहाज को जो है हानि पहुंचेगी, കപ്പൽ ഉടഞ്ഞു പോകും. जहाज गिर जाएगा, എന്നാൽ लेकिन 276 പേരിൽ ഒരുത്തരുടെയും പ്രാണന് ഹാനി വരികയില്ല. 270 से अधिक लोग की गिनती जो इस जहाज में है, उनके प्राण को कोई हानि नहीं होगी। ദൈവത്തെ സേവിക്കുന്ന ജനമേ, परमेश्वर की सेवा करने वाले എന്നെ लोगों, കേൾക്കുന്ന സകല ഭക്തന്മാരുമായുള്ളവരെ, मुझे सुनने वाले सारे भक्तजनों, ലോകമെന്ന കപ്പൽ ഉടഞ്ഞാലും इस दुनिया नामक जहाज बिगड़ जाए, टूट जाए, കോവിഡ് എന്ന ഈ ഈശാനമൂല കാറ്റിനാൽ और कोविड नामक इस आंधी में ലോകം മുഴുവൻ ആഞ്ഞടിച്ച് പിടിച്ച് കുലുക്കി ഉലച്ച് തകർത്തുകൊണ്ടിരിക്കുന്ന കോവിഡ് എന്ന ഈശാനമൂല കാറ്റിനാൽ ആരെ ഭാരപ്പെടുന്ന ഉലയുന്ന ഭക്തന്മാരോട് പറയട്ടെ, പ്രാർത്ഥന
പ്രാർത്ഥിക്കുന്ന കരയുന്ന ഭക്തന്മാരോട് പറയട്ടെ, ലോകമെന്ന കപ്പലുടയും, എന്നാൽ നിങ്ങൾക്ക് ഒരുത്തർക്കും പ്രാണന് ഹാനി വരികയില്ല. इस दुनिया में जब हम जी रहे हैं, ये कोविड नामक महामारी में, इस तूफान में दुनिया हिलता डुलता रह जाएगा और शायद ये जहाज टूट भी जाएगा, लेकिन प्राण को हानि नहीं होगा. അത് എവിടുന്ന് കിട്ടി പൗലോസിന്? वचन को ये कहां से मिला पौलुस को? ये എന്റെ वचन, ഉടയവനും मेरा मालिक, ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. मैं जिस परमेश्वर का सेवा कर रहा था, वो मेरे पास आकर कहा, പൗലോസേ, ഭയപ്പെടണ്ട, हे पौलुस मत डर, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. तुझे कैसर के सामने खड़ा होना. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. देख, परमेश्वर ने सबको जो तेरे साथ यात्रा करते हैं तुझे दिया. 25 വാക്യം. 25 आयत. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പീൻ, इसलिए हे सज्जनों दाढ़स बांधो, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. क्योंकि मैं परमेश्वर का विश्वास करता हूँ कि जैसा मुझसे कहा गया है वैसा ही होगा. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. मुझसे जैसा कहा गया है वैसा ही होगा, ये मैं विश्वास करता हूँ. വിശ്വസിക്കുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. विश्वास करने वालों के लिए प्रभु का धन्यवाद करता हूँ. നിനക്കൊരു ഉടയവനുണ്ട്, हमारा एक मालिक है, നിനക്കൊരു അവകാശിയുണ്ട്. हमारा एक अवकाश रखने वाला है. ഏതവസ്ഥയിലും ഓർക്കുന്ന, ചിന്തിക്കുന്ന, വിചാരിക്കുന്ന ഒരു ഉടയവൻ, ഒരു അവകാശി നിനക്കുണ്ട്. हर परिस्थिति में हमें याद करने वाला एक परमेश्वर हमारे साथ. അവൻ നിന്റെ ഇടയനാണ്, वो हमारा चरवाहा, അവൻ നിന്റെ രാജാവാണ്, वो आपका राजा, അവൻ നിന്റെ പുരോഹിതനാണ്, वो आपका याजक है, അവൻ നിന്റെ പ്രവാചകനാണ്, वो आपका भविष्यवक्ता है, അവൻ നിന്റെ പിതാവാണ്, वो आपका पिता है, അവൻ നിന്റെ ആത്മ മണവാളനാണ്, और आपका आत्मा का मालिक है. അവൻ നിന്റെ അടുക്ക നിൽക്കുകയാണ്. वो आपके साथ है. സൂര്യനെ കാണാതെ, सूर्य को देखे बिना, നക്ഷത്രങ്ങളെ കാണാതെ, तारों को देखे बिना, ഇരുട്ടിന്റെ അവസ്ഥയിരിക്കുന്ന, अंधकार में जो लोग हैं, ആശ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി आशा सब खो गया है, അലയുന്ന ജനത്തിന്റെ മധ്യേ, परेशान होने वाले लोगों के മുട്ട सामने, നിലവിളിക്കുന്ന ജനത്തിന്റെ മധ്യേ परेशानी उठाने वाले लोगों के सामने എഴുന്നേറ്റെന്ന് പറയാൻ ഒരു പൗലോസുണ്ട്. खड़ा होकर बोलने वाला एक पौलुस है. ഇന്ന് അങ്ങനെ എഴുന്നേറ്റെന്ന് പറയാൻ ഒരു പൗലോസ് ഇല്ലാതെ പോയി. और आज उठकर कहने वाले पौलुस नहीं है. പെന്തക്കോസ്ത് ഗോളത്തിൽ पेंतकोस की दुनिया में എണ്ണിയ തീരാത്ത പാസ്റ്റേഴ്സും ലീഡേഴ്സും ഉണ്ട്. बहुत सारे पासवान और अगुवे हैं. അവർ കാട്ടിക്കൂട്ടുന്ന വികൃതത്തരം, ദൈവനാമം ദുഷിപ്പിക്കുന്ന വിധത്തിൽ അവർ ചെയ്യുന്ന ഓരോ വികൃതത്തരം കണ്ടാൽ ദുഃഖവും സങ്കടവും ഉണ്ട്. और उसमें से कुछ लोग जो बुरी बातों को करते हैं, उसे देखकर बहुत दुख होता है. ഇങ്ങനൊരു സാഹചര്യത്തിൽ लेकिन ऐसे एक परेशानी के समय में ഒരു പൗലോസിനെ പോലെ पौलुस के समान എഴുന്നേറ്റ് നിന്ന് खड़ा होकर ഇങ്ങനൊന്നും പറയാൻ, ലോകത്തിനു മുമ്പിൽ പറയാൻ, ऐसा कहने के लिए മുൻനിര പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിലോ और पेंतकोस के संगठनों में മറ്റുള്ള ഇതര സ്വതന്ത്ര പ്രസ്ഥാനത്തിലോ या फिर स्वतंत्र रूप में रुकने वाले संगठनों में ഒരു ലീഡറും ഇല്ലാതെ പോയി. ऐसे अगुओं को हम कम देखते हैं. നേതൃത്വത്തിൽ ഒരെണ്ണം പോലും ഇല്ലാതെ പോയി. बहुत कम अगुओं को देखते हैं. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദുഃഖം ഒരു പൗലോസിൽ എന്നുള്ളതാണ്. और आज का दुख है कि एक पौलुस के समान व्यक्तियों को हम नहीं देखते. അലയുന്നവരുടെ നടുവില്, भटकने वाले लोगों के सामने, ഉഴലുന്നവരുടെ നടുവില്, परेशानी उठाने वाले लोगों के ആശ सामने, നഷ്ടപ്പെട്ടവരുടെ നടുവില്, आशा नष्ट होने वाले लोगों के കൂട്ട सामने, നിലവിളിക്കുന്നവരുടെ നടുവില്, चिल्लाने वाले लोगों के सामने, തകർന്ന് മുങ്ങാൻ പോകുന്നവരുടെ നടുവില് और बर्बाद होकर डूबने वाले लोगों के सामने ധൈര്യത്തോടിരിപ്പീൻ എന്ന് പറയാൻ, धीरज बांधो ये कहने के लिए, ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കാൻ स्थिर करने के लिए, प्रोत्साहित करने के लिए അന്നൊരു പൗലോസ് ആ കപ്പലിൽ ഉണ്ടായിരുന്നു. वहां पर एक पौलुस था. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, സഭാ ശുശ്രൂഷയുള്ള പാസ്റ്റേഴ്സെ, സഭയുടെ നേതൃത്വത്തിലുള്ള ലീഡർമാരെ, ദൈവനാമത്തിൽ ഓർപ്പിക്കട്ടെ, ഞാനും നീയും ഇവണ്ണം ഒരു ശുശ്രൂഷകനാകൂ, ഞാനും നീയും ഇവണ്ണം ഒരു അഭിഷേക്തനാകൂ, ഞാനും നീയും ഇവണ്ണം ഒരു കർത്തൃവേലക്കാരനാകൂ, ആത്മീയ അധികാരമുള്ള, നിയോഗമുള്ള ഒരു പൗലോസായി മാറൂ. मैं और आप इस प्रकार आत्मा की प्रेरणा के साथ बात करने वाले और परमेश्वर की सलाह को लोगों के सामने रखने वाले आगे बन जाए, ये मैं आपको याद दिलाता हूँ. പ്രിയ സഹോദരി സഹോദരന്മാരെ, भाई और बहनों, നിന്റെ കുടുംബത്തിനകത്തിൽ പ്രതികൂലത്തിന് മധ്യേ യേശുവിൻ നാമത്തിൽ കൈപൊക്കി എഴുന്നേറ്റ് നിന്ന് അധികാരത്തോടെ പ്രാർത്ഥിച്ച് ശാസിക്കാൻ, അധികാരത്തോടെ ധൈര്യപ്പെട് ഉറയ്ക്കെന്ന് പറയാൻ, അധികാരത്തിന്റെ അഭിഷേക വാക്ക് പറയാൻ ആത്മീയ അനുഭവമുള്ള
ആത്മീയ ശക്തിയുള്ള നിയോഗമുള്ള ഒരാത്മീയ സഹോദരനായി നീ മാറ്, ഒരാത്മീയ സഹോദരിയായി നീ മാറ്, ഒരാത്മീയ തലമുറയായി നീ മാറ്. നിന്റെ എല്ലാ അലസതയും ഉറക്കവും മന്ദതയും നിർവിചാരത്വവും എല്ലാ ലോക ജഡിക പ്രാകൃത ആ ചിന്തയും വിചാരവും വിട്ടിട്ട് നീ ഒരു ആത്മീയനായി മാറാമെങ്കിൽ നിന്റെ ഭവനത്തിലെ പൗലോസ് നീ ആയിരിക്കും. और हमारे जीवन में, हमारे परिवारों में, भाई और बहनों, अब ऐसे भविष्य वक्ता बन जाए जो परमेश्वर के अभिषेक में, परमेश्वर की ताकत में, अंधकार की बातों के सामने परमेश्वर का वाणी कहलाता हो और उस पर जीत पाता हो, और आपका परिवार निरंतर परमेश्वर की इच्छा के अनुसार आगे ഒരു बढ़ेगा. വാക്കൂടെ പറഞ്ഞു നിർത്തുകയാണ്. एक और वचन में कहता हूं, 29 വാക്യം, उसका 29वीं आयत, അതിന്റെ 14 രാത്രിയായപ്പോൾ और उसका 14वां रात होने के बाद അദ്രിയ കടലിൽ അലയുകയാണ്. वे अद्रिया नामक उस सागर में भटक रहे ഒരു हैं. കരയ്ക്ക് സമീപിക്കും എന്നവർക്ക് തോന്നി. 27-28 വാക്യമാണ്. 27-28 आयत में हम देखते हैं, അവർ ഈ വിട്ടു നോക്കി, और उसके बाद वहां पर हम देखते हैं, 20 മാറെന്ന് കണ്ടു. और उन्होंने डालकर देखा है कि 20 हो गया, കുറച്ചുകൂടെ അവർ കരയിലോട്ട് അവർ കപ്പൽ കൊണ്ടുപോയി. और उसके बाद किनारे में बढ़ने लगे, വീണ്ടും ഈ വിട്ടു നോക്കി, और उसके बाद फिर उन्होंने माप कर देखा, 15 മാറെന്ന് കണ്ടു. और उन्होंने देखा कि 15 पुरसा पाया है. കഷ്ടതയുടെ ആഴം കുറഞ്ഞു വരികയാണ്. कष्टता और दुख की गहराई कम हो रहा है, വേദനയുടെ ആഴം കുറഞ്ഞു വരികയാണ്. दर्द की गहराई कम हो रहा है. 20 മാറ് കഴിഞ്ഞു. 20 पुरसा पूरा हो गया, 15 മാറയിലെത്തി. उसके बाद 15 पुरसा में पहुंच നിന്റെ गए. കഷ്ടതയുടെ സങ്കടത്തിന്റെയും ദുഃഖത്തിന്റെയും ദാരിദ്ര്യത്തിന്റെ ആഴം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. हमारा दुख, हमारे परेशानी की गहराई कम हो रहा है, അതിനനുസരിച്ച് നിന്റെ വിശ്വാസത്തിന്റെ ആഴം വർദ്ധിച്ചു വരട്ടെ. और उसके साथ आपका विश्वास का गहराई बढ़ते जाने നിന്റെ पाए, പ്രാർത്ഥനയുടെ ആഴം വർദ്ധിച്ചു വരട്ടെ. प्रार्थना का गहराई बढ़ते जाने पाए, ദൈവകൃപയുടെ അഭിഷേകത്തിന്റെ ആഴം വർദ്ധിച്ചു വരട്ടെ. अभिषेक और प्रार्थना की गहराई बढ़ते जाने पाए. എന്തുകൊണ്ട്? क्यों? നിന്റെ അലച്ചിലിന്റെ ആഴം കുറയുകയാണ്. क्योंकि आपके परेशानी का गहराई कम हो ഓ, रहा है, നിന്റെ നിരാശയുടെ ആഴം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. निराशा का गहराई कम हो रहा നിന്റെ है, രോഗത്തിന്റെ വേദനയുടെ ക്ഷീണത്തിന്റെ ബലഹീനതയുടെ കണ്ണുനീരിന്റെ ആഴം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. रोगों का, दुखों का परेशानी कम हो रहा നിന്റെ है, ദാരിദ്ര്യത്തിന്റെ ബുദ്ധിമുട്ടിന്റെ പട്ടിണിയുടെ ആഴം കുറയുകയാണ്. गरीबी की गहराई कम हो रहा है, നിന്റെ ഭയത്തിന്റെ ഭീതിയുടെ നിലവിളിയുടെ ആഴം കുറയുകയാണ്. और हमारे सारे परेशानियों का गहराई कम हो रहा है. 29 വാക്യത്തിലേക്ക് വരുമ്പോൾ 29वीं आयत में जब आएंगे, നേരം വെളുപ്പാൻ അവർ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. उन्होंने ये कामना किया कि दिन हो जाए. അവർക്ക് ഇപ്പോൾ ആഗ്രഹമേ ഉള്ളൂ. केवल एक ही चाहते हैं, നേരം വെളുക്കണോ, एक ही चाहत है നേരം ഒന്ന് വെളുക്കണോ. कि भोर हो जाए. അതാണ് അവരുടെ ആഗ്രഹം. केवल वो ही चाहत है, അവർക്ക് നേരം വെളുത്ത് കാണാൻ കൊതിക്കുകയാണ്. और वे भोर को देखना चाहते हैं, സൂര്യനെ കാണാൻ കൊതിക്കുകയാണ്. सूरज को देखना चाहते हैं, ഹല്ലേലൂയ. ഒരു വെളിച്ചം കാണാൻ അവർ കൊതിക്കുകയാണ്. रोशनी को देखना चाहते ഒരു हैं, പകല് കാണാൻ അവർ കൊതിക്കുകയാണ്. सुबह को देखना चाहते ഒരു हैं, പ്രഭാതം കാണാൻ അവർ കൊതിക്കുകയാണ്. प्रभात को देखना चाहते हैं. താമസമില്ല. और बहुत जल्द ദൈവത്തിന്റെ ജനമേ, प्रभु के लोगों, കഷ്ടതയിലും ഭാരത്തിലും സങ്കടത്തിലും വേദനയിലും അഴലച്ചകളിലും ദുഃഖത്തിലും കടന്നു പോകുന്ന ദൈവജനമേ, दुख और परेशानी और विभिन्न प्रकार के हालेलुया परेशानियों से गुजरने वाले लोगों, കാറ്റിനാൽ തിരമാലകളാൽ ഭാരപ്പെട്ടു വലയുന്ന ദൈവജനമേ, आंधी तूफान में भटकने वाले लोगों, കൊറോണ എന്ന ഈശാന മൂലക്കാറ്റിനാൽ അലയുന്ന ദൈവത്തിന്റെ ജനമേ, कोरोना नामक यूरकुलीन की आंधी से भटकने वाले लोगों, നാളുകളായി സൂര്യനെ നക്ഷത്രങ്ങളെ കാണാൻ കഴിയാതിരിക്കുന്ന ദൈവജനമേ, और अनेक समयों से सूरज और तारों को जो नहीं देख पा रहे हैं, താമസമില്ല, നീ നേരം വെളുക്കുന്നത് കാണും. बहुत जल्दी भोर के अनुभव को आप देखेंगे, താമസമില്ല, ഒരു പുതിയ പ്രഭാതം നീ കാണും. बहुत जल्दी एक सुबह को आप देखेंगे, താമസമില്ല, ഒരു പുതിയ ദിവസം നീ കാണാൻ പോകുകയാണ്. बहुत जल्दी एक सवेरे को आप देखेंगे. വിശുദ്ധ പത്രോസിനെ പറയുകയാണ്, प्रेरित पत्रस कहता है, 2 പത്രോസ് 1:19 വാക്യം, दूसरा पत्रस 1:19, 1:19, പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. और 19वीं आयत में प्रेरित पत्रस लिखता है कि हमारे पास जो भविष्यवक्ताओं का वचन है वह इस घटना से दृढ़ ठहरता है, और उसे एक ज्योति के समान अपने जीवन में आप बनाए रखे. കപ്പലിലുള്ളവരുടെ ആഗ്രഹം
നേരം വെളുത്ത് കണ്ടാ മതിയെന്ന. और जहाज में जो लोग हैं उनका केवल यही चाहत है कि भोर हो जाए, ഈ രാത്രിയുടെ അനുഭവം എല്ലാം ഒന്ന് മാറണം, ये रात का अनुभव हट जाए, ഈ ഇരുളെല്ലാം ഒന്ന് മാറണം. अंधकार हट जाए, എങ്ങനെയും നേരം വെളുക്കണം, किसी न किसी प्रकार सुबह हो ആ जाए, പ്രഭാതം ഒന്ന് കാണണം. किसी न किसी तरीके से वो सवेरे को देखना चाहते हैं। നേരം വെളുക്കാൻ കാത്തിരിക്കുന്ന ഈ ഭവിഷ്യന്മാരോട് അപ്പോസ്തലൻ പറയാണ്, और उस इंतजार में जो लोग हैं उनसे पत्रस कहता है, നേരം വെളുക്കുകയും सुबह होकर നക്ഷത്രങ്ങൾ കാണാതിരിക്കുന്ന നീ ഉദയ നക്ഷത്രം ഉദിക്കുന്നത് കാണുകയും ചെയ്യാൻ പോകുകയാണ്. आप जो तारों को नहीं देख पा रहे हैं, सुबह उठने वाले तारे को आप देखेंगे। നേരം വെളുത്ത് ഉദയ നക്ഷത്രം ഉദിക്കുമ്പോൾ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ നിന്നെ അറിയിച്ച ദൈവാലോചന, പ്രവാചകവാക്യ, പ്രവാചക ദൂത് നീ മുറുകെ പിടിച്ചുകൊള്ളണം. तारों को जो नहीं देख पा रहे हैं, उस अंधकार भरे अनुभव में भी विश्वास के वचन को आप पकड़े रहिए। उस समय में भी भोर का तारा आपके लिए एक दिन उठने वाला है और उस आशा के साथ आगे बढ़िएगा। ഏറെ നാളായി നക്ഷത്രം കാണാതിരിക്കുന്നവർ നക്ഷത്രത്തെ കാണാൻ പോകുകയാണ്. जो लोग बहुत समय तक तारों को नहीं देख पाए, वो तारों को देखें। ഏറെ നാളായി ഒരു പകല് കാണാത്തവർക്ക്, ഒരു പ്രഭാതം കാണാത്തവർ ഒരു പ്രഭാതം, ഒരു പകല് കാണാൻ പോകുകയാണ്. और जो बहुत समय तक तारों के अनुभव में नहीं है, वो प्रभात के अनुभव में जाएंगे। ഉദയ നക്ഷത്രം വാനിൽ ഉദിക്കാൻ പോകുകയാണ്. भोर का तारा उठने वाला, ദാവീദിന്റെ നക്ഷത്രമായവൻ, दाऊद का तारा जो है, യഹൂദഗോത്രത്തിന് നക്ഷത്രമായവൻ, यहूदे गोत्र का जो तारा है, അവൻ വാനിൽ ഉദിക്കാൻ പോകുകയാണ്. वो हमारे लिए उठकर आने നമ്മുടെ वाला, രാത്രി കഴിയാൻ പോയി. हमारा रात गुजरने वाला, കഷ്ടത നിറഞ്ഞ, വേദന നിറഞ്ഞ, ഭാരം, ഭയം, ഭീതി, നിലവിളി, കണ്ണുനീര്, സങ്കട, 14 ദിവസമായി ആഹാരം കഴിക്കാതിരിക്കുന്ന പട്ടിണിയുടെ നാളുകൾ, ആ രാക്കാലങ്ങൾ തീരാൻ കാലമായി. ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത, പട്ടിണിയില്ലാത്ത, രോഗമില്ലാത്ത, അന്ധകാരമില്ലാത്ത, ഇരുളില്ലാത്ത, കൊടുങ്കാറ്റില്ലാത്ത, ഭയവും ഭീതിയുമില്ലാത്ത ഒരു പുതിയ പ്രഭാത നമുക്ക് മുമ്പിൽ പൊട്ടിവിടരാൻ പോകുകയാണ്. ആ ഉയർപ്പിന്റെ സുപ്രഭാത, അരുമനാഥന്റെ മേഘത്തിലെ വരവിന്റെ പ്രഭാത എത്രയെ താമസമിന വെളിപ്പെടാൻ പോകുന്നു. അന്ന് ആ ഉദയ നക്ഷത്രത്തെ നാം കാണുവാനിടയാകൂ. और हमारा रात का अनुभव, हमारा अंधकार का अनुभव, 14 दिन तक आंधी और तूफान में भटकना और धक्के खाने का अनुभव एक दिन बदलने वाला है। हमारे सूरज को ना देखने का अनुभव, तारों को ना देखने का अनुभव एक दिन हटकर हम अपनी नजरों को उठाकर भोर का तारा उगते हुए हम देखेंगे और उस प्रभात के अनुभव में, सवेरे के अनुभव में प्रवेश करते हुए परमेश्वर के साथ हम आनंद को मनाएंगे। സൂര്യനെ അവർ കാണും. सूरज को भी वे देखेंगे। മലാക്കി പ്രവചനം 4:2 പ്രവാചകൻ പറയുകയാണ്, और मलाकी 4:2 में भविष्यवक्ता कहता, നീതി സൂര്യൻ हमारा धर्म का सूरज, തന്റെ രോഗോപശാന്തിയോടുകൂടി ഉദിക്കും. धार्मिकता का सूरज अपने पूरे रोशनी के साथ उग कर आएगा। ഏറെ നാളായി बहुत समय तक സൂര്യനെയും നക്ഷത്രങ്ങളെ കാണാതിരുന്നവർ जो लोगों ने सूरज को और तारों को नहीं देखा, എത്രയും പെട്ടെന്ന്, बहुत ही जल्द, താമസമിന बहुत ही जल्द ഈ കൊടുങ്കാറ്റ് തീരുന്നതോടുകൂടെ ये सारे आंधी तूफान टलते समय तक നാം ഉദയ നക്ഷത്രത്തെ കാണും, നീതി സൂര്യനായ കർത്താവിനെ കാണും. और टलने के बाद हम उस तारे को देखेंगे, हमारे परमेश्वर को देखेंगे। അവന്റെ മേഘത്തിലെ വരവോടുകൂടെ സഭയെ ചേർക്കാനുള്ള വരവോടുകൂടെ ഉദയ നക്ഷത്രമായ കർത്താവിനെ നാം കാണും. 7 വർഷത്തെ പീഡയ്ക്കും അഹോപദ്രവത്തിനു ശേഷം ഈ ലോകത്തെ 1000 ആണ്ട് വാഴാൻ അവൻ ഒലിവുമലയിൽ തന്റെ വിശുദ്ധന്മാരുമായി ഇറങ്ങി വരുന്ന വരവിൽ നീതി സൂര്യനായ കർത്താവിനെ നമ്മൾ കാണും. और हमारा परमेश्वर जो ओलीव पर्वत पर उतर कर आने वाला है, उस भोर के तारे को एक दिन हमारे लिए उगते हुए, हमारे लिए उतर कर आते हुए हम देखेंगे। उस दिन के इंतजार में हम ഇനി रहेंगे അവർക്ക് വിശക്കയില്ല, और वे भूखे नहीं रहेंगे ഇനി അവർക്ക് ദാഹിക്കയില്ല, और वे പ്യാसे नहीं रहेंगे യാതൊരു വെയിലും ചൂട് ഉഷ്ണവും അവർക്ക് മേൽ തട്ടുകയില്ല. और उनके ऊपर किसी प्रकार का दुष्टता का अनुभव ഇനി नहीं होगा അവർക്ക് കണ്ണുനീരും നിലവിളിയുമില്ല, और वे चिल्लाएंगे नहीं, रोएंगे ഇനി नहीं അവർക്ക് മരണമില്ല. और उसके बाद मृत्यु नहीं ദൈവം है। താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. और परमेश्वर उनकी आंखों से आंसू पोंछ ആ देगा നേരം വെളുക്കുന്നതിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. और सवेरे के लिए हम इंतजार ആ പുതിയ करेंगे ദിവസത്തിനായി, और उस नए दिन के ആ लिए, പുതിയ പ്രഭാതത്തിനായി नई प्रभात के लिए നമുക്ക് കാത്തിരിക്കാം. हम इंतजार करेंगे। ദൈവാലോചന പോലെ ജീവിക്കാം, परमेश्वर की वाणी के अनुसार അവനിൽ जिएंगे, തന്നെ ആശ്രയിക്കാം. उस पर आश्रय रखेंगे, ദൈവഹിതം വിട്ട് परमेश्वर की वाणी को ഒരു छोड़कर വിപത്തും നമ്മൾ വരുത്തി വെക്കരുത്. हम अपने
जीवन में ही कष्टों को ना ഒരു लेकर आए। കണ്ണുനീരിന്റെ കഷ്ടത്തിന്റെ അവസ്ഥയെ നമ്മൾ വരുത്തി വെക്കരുത്. हम अपने जीवन में दुख और गरीबी को ना ഈ लेकर आए। വചനം കേൾക്കുന്ന സകല ഭക്തന്മാരെയും और मैं प्रार्थना करता हूँ मुझे वचन सुनने वाले सारे लोगों को കർത്താവ് അനുഗ്രഹിച്ച് परमेश्वर आशीष दे, തന്റെ രാജ്യത്തിന്റെ മഹത്വത്തിനായി राज्य की बढ़ोतरी के लिए നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് स्थिर करे। ആ നേരം വെളുക്കുമ്പോൾ और उस भोर के समय में പുതിയ നക്ഷത്രം വാനിൽ ഉദിക്കുമ്പോൾ जब भोर का तारा उठकर आएगा, ലോകത്തിന്റെ 5 വൻകരകളിലുമുള്ള इस दुनिया के सारे कोने में ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരെ, जो मसीह में मरे गए ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരെ, और जो मसीह में जी रहे ആ हैं, ആ നല്ല സുപ്രഭാതത്തില്, उस अच्छे सवेरे ആ में ഉയർപ്പിന്റെ സുപ്രഭാതത്തില്, और उस पुनरुत्थान के सवेरे ആ में ഉയർപ്പിന്റെ പൊൻപുലരിയില് और उस पुनरुत्थान की भोर के समय നമുക്ക് में ഒരുമിച്ച് കണ്ട് मिलकर ആമേൻ നമ്മുടെ ഉദയനക്ഷത്രമായ കർത്താവിന്റെ മുഖം കണ്ട് സന്തോഷിപ്പാൻ हमारा भोर का तारा परमेश्वर का चेहरा देखकर ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് आनंद बनाने का अवसर परमेश्वर നിങ്ങളെ में दे। നിങ്ങളെ ഏവരെയും आप सभी को ദൈവത്തിന്റെ കൃപയിലും परमेश्वर के अनुग्रह में, ദൈവത്തിന്റെ കൃപയുടെ വചനത്തിലും अनुग्रह के वचन में ഭരമേൽപ്പിച്ച് समर्पित करते हुए പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. पिता पुत्र पवित्र आत्मा के नाम से मैं आशीष करके प्रार्थना करता നിങ്ങൾ हूँ, അനുഗ്രഹം തന്നെയാകട്ടെ. आप लोग आशीष बन जाए। ദൈവത്തിന്റെ കൃപ എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. प्रभु का अनुग्रह आप सभी के साथ रहे।